الحمد لله الذي وعد من حفظ الأمانة ورعاها أجرا جزيلا وتوعد من أضاعها وأعد له عذابا وبيلا وأشهد أن لا إله إلا الله وحده لا شريك له في الخلق والأمر وأشهد أن سيدنا ونبينا ومولانا محمدا عبد الله ورسوله الذي رسم لأمته طريق الاكتساب المباح. اللهم صل على محمد وعلى آله وأصحابه الذين تمسكوا بسنته وعملوا بها فصاروا خير قدوة وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس. جہاں روضے پاک خیر الورا ہے وہ جنت نہیں ہے تو پھر اور کیا ہے. جہاں روضے پاک خیر الورا ہے وہ جنت نہیں ہے تو پھر اور کیا ہے. کہاں میں کہاں یہ مدینے کی گلیاں یہ قسمت نہیں ہے تو پھر اور کیا ہے. کہاں میں کہاں یہ مدینے کی گلیاں یہ قسمت نہیں ہے تو پھر اور کیا ہے. محمد کی عظمت کو کیا پوچھتے ہو کہ وہ صاحب کمال
قوسین ٹھہرے محمد کی عظمت کو کیا پوچھتے ہو کہ وہ صاحب کمال قوسین ٹھہرے بشر کی سرے عرش مہمان نوازی بشر کی سرے عرش مہمان نوازی اور رحمت نہیں ہے تو پھر اور کیا ہے جو عاصی کو کملی میں اپنی چھپا لے جو دشمن کو بھی زخم کھا کر دعا دے جو عاصی کو کملی میں اپنی چھپا لے جو دشمن کو بھی زخم کھا کر دعا دے اسے اور کیا نام دے گا زمانہ اسے اور کیا نام دے گا زمانہ وہ جنت نہیں ہے تو پھر اور کیا ہے قیامت کا ایک دن معین ہے لیکن ہمارے لیے تو ہر قفس ہے قیامت قیامت کا ایک دن معین ہے لیکن ہمارے لیے تو ہر قفس ہے قیامت مدینہ سے ہم جا نثاروں کی دوری مدینہ سے ہم جا نثاروں کی دوری قیامت نہیں ہے تو پھر اور کیا ہے جہاں روضے پاک خیر الورا ہے وہ جنت نہیں ہے تو پھر اور کیا ہے کہاں میں کہاں یہ مدینے کی گلیاں یہ قسمت نہیں ہے تو پھر اور کیا ہے ബഹുമാനാദരവുകൾ നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സ്നേഹമുള്ള ഉമ്മവങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാവങ്ങളെയെല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും അവന്റെ വിധിവിലക്കുകളെ മനസ്സിലാക്കുന്നതിനുള്ള ആവേശപൂർണമായ ഈ വരവിനെ അല്ലാഹു കബൂൽ ചെയ്തുകൊണ്ട് ഈ ഒരുമിച്ചുകൂടിയ ഓരോരുത്തരെയും അവന്റെ മഹലായ ഫളൽ കൊണ്ട് സ്വർഗീയ ആരാമത്തിൽ അല്ലാഹു ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ, പ്രയോജനമുള്ള ഇൽമ നൽകി അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സുകളുടെ അന്തരങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന സന്ദേഹങ്ങൾക്ക് നിവാരണം കുറിച്ചുകൊണ്ട് ശിഷ്ടജീവിതം അള്ളാഹുവിൻ്റെയും അവന്റെ ഹബീബിന്റെയും പൊരുത്തത്തിന് വഴങ്ങി മുന്നോട്ട് നയിക്കാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ.
പരിശുദ്ധ ഖുർആനിലും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുമുള്ളതാണ്, ലോകത്തുള്ള സകലമാന വൃക്ഷങ്ങളെല്ലാം പേനയായി മാറിയാലും സമുദ്രത്തിലെ വെള്ളമെല്ലാം മഷിയായി തീർന്നാലും അള്ളാഹുവിന്റെ കലാമുകൾ എഴുതി പൂർത്തിയാക്കാൻ കഴിയുകയില്ല. ഇസ്ലാമിലെ മക്കളായ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് എന്താണ് പഠിച്ചിട്ടുള്ളത്? എന്ത് ബോധമാണ് നമുക്കുള്ളത്? ഇസ്ലാം കാര്യം 5, ഈമാൻ കാര്യം 6. ഈ 6, 5, 11 കാര്യങ്ങൾ എന്നല്ലാതെ എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് നമസ്കാരം, എന്താണ് നോമ്പ്, എന്താണ് സക്കാത്ത്, എന്താണ് ഹജ്ജ്, എന്താണ് പരലോകം, എന്താണ് ഖബർ, ആരാണ് നബി, ആരാണ് അള്ളാഹ്, ആരാണ് മലക്കുകൾ, എന്താണ് റബ്ബിന്റെ വേദഗ്രന്ഥം, ഇതിനെക്കുറിച്ചൊരു വിശദീകരണം നമ്മൾ പഠിച്ചിട്ടോ കേട്ടിട്ടോ ഉണ്ടോ സുഹൃത്തെ? നമ്മളെല്ലാം മുസ്ലിമീങ്ങളാണ്. വഅദ് വർഷം തോറും നമ്മൾ കേൾക്കുന്നവരാണ്. മലക്കുകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. ആരാ മലക്ക്? മലക്കുകളുടെ കോലമെന്ത്? ആഖിറത്തെ കുറിച്ച് പഠിക്കുന്നു. ആഖിറം എന്ന് പറഞ്ഞാൽ എന്താണ്? പരലോക ജീവിതം എന്താണ്? ആണായാലും പെണ്ണായാലും ആരൊരാൾ അമലെ സാലിഹാത്ത് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുവോ അവർക്ക് അല്ലാഹു അർഹമായ കൂലി നൽകും. അവിടെ പെണ്ണിന് വേറെ ആണിന് വേറെ എന്ന ഒരു വ്യത്യാസമില്ല. പിന്നെ ആരാധനകളിൽ അവർക്കൊരു വ്യത്യാസമൊന്നുമില്ല. വേഷങ്ങളിൽ ചില വ്യത്യാസങ്ങൾ എന്നുള്ളതല്ലാതെ പെണ്ണുങ്ങൾക്ക് അടുക്കള ജോലി ഉള്ളത് കൊണ്ട് ലൊഹർ 2 ചുരുക്കി കൊടുത്തിട്ടില്ല. ആണുങ്ങൾക്ക് റോഡിലെ പണിയുള്ളത് കൊണ്ട് ലൊഹർ 4, എപ്പോഴും പള്ളിയാണല്ലോ, പോകുന്ന വഴിക്കൊക്കെ നിസ്കരിക്കല്ല, അവർ ലൊഹർ 4 നിസ്കരിച്ചോട്ടെ. പെണ്ണുങ്ങൾക്ക് വീട്ടിലെ ജോലി ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ട് അവർ 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ നിയമത്തിൽ ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ എന്നൊരു നിയമം അല്ല നമുക്കുള്ളത്. അല്ലാഹു തആല ഖുർആനിൽ വിളിച്ചു പറഞ്ഞതെല്ലാം യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, മൊത്തത്തിൽ വിളിച്ചു പറഞ്ഞത് അങ്ങനെയാണ്. ആണുങ്ങളെ പെണ്ണുങ്ങളെ, ആണുങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ. ഇനി പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് പ്രത്യേകമായ ചില അവസ്ഥകളും കാര്യങ്ങളുണ്ട്, അത് അവർക്ക് മാത്രമേ ഉള്ളതാണ്. ഇപ്പൊ ആണുങ്ങൾക്ക് മെൻസസ് പീരീഡ് ഇല്ല, അവർക്ക് നിസ്കാരം ആ സമയത്ത് ഹറാമെന്ന് പറയാൻ പറ്റുമോ? അവിടെ നിയമം കൊണ്ടുവരാൻ പറ്റൂല, അത് പെണ്ണുങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ഹൈദിന്റെ സമയത്ത് അത് പെണ്ണുങ്ങളത് സ്വീകരിച്ചു കൊള്ളുക. ആ വിഷയങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ബാക്കി നമ്മൾ ഇന്നലകളിൽ പറഞ്ഞതും മിനിഞ്ഞാന്ന് പറഞ്ഞതും അതിനു മുമ്പുള്ള ദിവസങ്ങൾ പറഞ്ഞതെല്ലാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടി മൊത്തത്തിലുള്ള കാര്യങ്ങളാണ്. ഒരാളുടെ വിശ്വസിച്ച് ഒരാളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട മുതൽ അത് മടക്കി ഏൽപ്പിക്കണമെന്ന അമാനത്ത് ഈ വിഷയത്തിൽ വന്നു. പ്രവാചകൻ മുഅ്മിനീങ്ങളുടെ 30 സിഫത്തുകളിലെ ഒരു സിഫത്താണ് അമാനത്ത്. والذين هم لأماناتهم وعهدهم راعون والذين هم لأماناتهم وعهدهم راعون 30 വിശേഷണങ്ങളിലെ ഒരു വിശേഷണമാണിത്. അത് ഇന്നലെ നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് ഇടയിലൂടെ കയറി വന്നു. പക്ഷെ നമ്മൾ തൗബയുടെ പേരിലാണ് ആ വിഷയം ചർച്ച ചെയ്തതുകൊണ്ട് നമുക്ക് അതിന്റെ ഗൗരവം ഒരുപക്ഷെ മനസ്സിലായി കാണുകയില്ല. അതേപോലെ ഒരു മനുഷ്യന്റെ അവസ്ഥ മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് ഒഴിവാകണം, മോശമായ സംസാരങ്ങളിൽ നിന്നും ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ നിന്ന് ഒഴിവാകണം എന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതും മുഅ്മിനീങ്ങളുടെ വിശേഷണമാണ്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകൽ മുഅ്മിനീങ്ങളുടെ വിശേഷണമാണ്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ശ്രദ്ധിക്കണമെന്ന കാര്യവും വിശ്വാസികളുടെ വിശേഷണത്തിൽ പെട്ടതാണ്. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, സക്കാത്ത് കൊടുക്കണമെന്നുള്ള കർമ്മവും വിശ്വാസികളുടെ വിശേഷണങ്ങളിൽ പെട്ട കാര്യമാണ്. അതും നമ്മൾ നമ്മുടെ വിഷയത്തിന്റെ ഇടയിൽ ചർച്ചയ്ക്ക് നമ്മൾ എടുത്ത കാര്യമാണ്. ഗൗരവം മനസ്സിലാക്കാനാണ്. അതായത് നമ്മൾ ഈ തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു പ്രവേശന കവാടമാണ് ഈ തൗബ. ഇബാദത്തുകൾ സ്വീകരിക്കണമെങ്കിലും സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിലും തൗബ സ്വീകാര്യത ഇല്ല എങ്കിൽ, തൗബ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് സ്വർഗം പോലും നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ, ആഖിർ നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ, തൗബയുടെ ഗൗരവം നമുക്ക് മനസ്സിലാക്കിയെടുക്കാനാണ് ഇത്ര ഗൗരവത്തോടുകൂടി ഹദീസുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അല്ലാതെ ചുമ്മാതെ പോയൊരു ദുആ ചെയ്താലും ആ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. ദുആ ചെയ്യേണ്ടത് എങ്ങനെയെന്നും പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചു തരികയാണ്.
ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ ദുആ ചെയ്യണം. ഈ തൗബ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ദുആയാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാ മിൻ മുസ്ലിമിൻ യുദ്നിബു അബ്ദൻ, ഏതെങ്കിലും ഒരു അടിമ, ഏതെങ്കിലും ഒരു മുസ്ലിം പാപം ചെയ്താൽ ثم يقوم, പിന്നീട് അവൻ തീരുമാനിക്കുകയാണ് തൗബ ചെയ്യാൻ. തെറ്റ് ചെയ്തു പോയി, തെറ്റ് പ്രവർത്തിച്ചു പോയി, അതിനുള്ള പരിഹാരമായി അവൻ തീരുമാനിക്കുകയാണ് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങണമെന്ന് തീരുമാനിച്ചാൽ അവൻ ശുദ്ധി വരുത്തിക്കൊള്ളട്ടെ. ثم يصلي, പിന്നീട് അവൻ 2 റക്അത്ത് നമസ്കരിച്ചു കൊള്ളട്ടെ. ثم يستغفر الله, പിന്നീട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് പശ്ചാത്തപിച്ചു കൊള്ളട്ടെ. അതാണ് അവന്റെ തൗബ എന്ന് നബിയുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഓതിക്കൊടുക്കുകയാണ്. ثم قرأ رسول الله صلى الله عليه وسلم, നബി തങ്ങൾ പിന്നീട് ഓതുകയാണ്, والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതിക്കേൽപ്പിക്കുകയാണ്, ഏ സഹോദര സഹോദരി, ഏത് കൊടിയ പാപം ചെയ്താലും നിന്റെ പാപങ്ങൾ മാപ്പാകണമെങ്കിൽ, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന വഴികളിലൂടെ നീ സഞ്ചരിച്ചാൽ മാത്രമേ നിന്റെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കുകയുള്ളൂ. നീ ശുദ്ധി കലശം നടത്തിക്കൊണ്ട്, അന്നസ്നാനം ചെയ്തുകൊണ്ട്, മുസല്ല വിരിച്ചുകൊണ്ട്, ഖിബ്ലയ്ക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് 2 റക്അത്ത് തൗബയുടെ നമസ്കാരം നമസ്കരിച്ചുകൊണ്ട് അതേ ഇരുത്തത്തിലിരുന്ന് പൊട്ടിക്കരഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്യണം, പശ്ചാത്തപിക്കണം. പിന്നീട് നബി തങ്ങൾ ഓടുകയാണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ ഔ ളലമൂ അൻഫുസഹും, ആരെങ്കിലും ഒരു മോശമായ പ്രവൃത്തി ചെയ്തിട്ട് സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച് ആ സന്ദർഭത്തിൽ അവർ അല്ലാഹയെ കുറിച്ച് ഓർത്തുപോയി. തന്റെ പാപം, തന്റെ ശരീരം തെറ്റിലേക്ക് വീണുപോയല്ലോ എന്ന് കരുതിക്കൊണ്ട് അവർ അല്ലാഹുവിനെ ഓർത്ത് ഉടൻ തന്നെ അവർ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചാൽ അല്ലാഹു അല്ലാതെ ആരാണ് പിന്നവർക്ക് പുറത്തു കൊടുക്കുക? പടച്ചവനല്ലാതെ ആരാണ് മാപ്പ് ചെയ്യുക? അതുകൊണ്ട് അടിമകളെ, അല്ലാഹുവിന്റെ മുന്നിൽ എത്ര പാപം ചെയ്തവരാണെങ്കിലും, മദ്യപിച്ചവരാണെങ്കിലും, വ്യഭിചരിച്ചവരാണെങ്കിലും, ഹറാമിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തവരാണെങ്കിലും നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീണ് പൊട്ടിക്കരയുവിൻ. പടച്ചവൻ നിങ്ങൾക്ക് മാപ്പ് തരുമത്രേ, മാപ്പ് തരുമത്രേ. അല്ലാഹു അല്ലാതെ പിന്നെ ആരാണ് നിങ്ങൾക്ക് മാപ്പ് നൽകുക? പക്ഷേ ഒരു പ്രമേയം അല്ലാഹു പാസാക്കുകയാണ്, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അതേ പാപത്തിന്റെ പേരിൽ അവർ വീണ്ടും ഒരുപോലെ എല്ലാ സന്ദർഭങ്ങളും ആ പാപത്തിൽ പിന്നീട് ഉറച്ചു നിൽക്കരുത്. നിരന്തരമായി ആ പാപങ്ങൾ ചെയ്തുകൊണ്ട് കഴിയരുത്. അതിൽ നിന്ന് അവർ ഒഴിവാകുകയാണെങ്കിൽ നിന്റെ വിളിക്ക് അല്ലാഹു ഉത്തരം നൽകുമത്രേ. വീണ്ടും നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ അടിമയായ സഹോദരനോ സഹോദരിയോ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ. പടച്ച തമ്പുരാൻ എത്ര കരുണയുള്ളവനാണ്, എത്ര കാരുണ്യമുള്ളവനാണ്. ഈ അടിമകളോട് കരുണ കടാക്ഷം ചൊരിയുന്നവനാണ് പടച്ച തമ്പുരാൻ. കാരുണ്യത്തിന്റെ വർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് തമ്പുരാൻ. കണ്ണു തുറന്നാല് പാവം, കാത് കൊടുത്താല് പാവം, നാക്കെടുത്താല് പാവം, ചിന്തിച്ചാല് പാവം, കൈകൾ ഉയർത്തിയാല് പാവം, വെളിയിലേക്ക് ഇറങ്ങിയാല് പാവം. 24 മണിക്കൂറിൽ കൂടുതൽ സമയങ്ങളും പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദര സഹോദരി, നിനക്ക് സാന്ത്വനത്തിന്റെ വാക്കാണ് അള്ളാന്റെ റസൂല്
പഠിപ്പിച്ചു തരുന്നത്. ഇന്നല്ലാഹ യബ്സുതു യദഹു ലിയതൂബ ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ. പകൽ സമയങ്ങളിൽ പാപം ചെയ്തുകൊണ്ട് പാതിരാ നേരത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് കിടക്കപ്പായയിൽ നിന്ന് ഉറക്കമൊഴിവാക്കി പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പശ്ചാത്തപിക്കുന്ന അടിമകളെ, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു കേൾക്കുന്നതിനു വേണ്ടി അതാ പടച്ച തമ്പുരാൻ പാതിരാത്രി നിങ്ങൾക്ക് വേണ്ടി കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി അവന്റെ കരങ്ങൾ നീട്ടുകയാണ്. ലിയതൂബ മുസീഉൻ നഹാർ. പകൽ സമയങ്ങളിൽ പാപം ചെയ്തവന്റെ പാപങ്ങൾ മാപ്പ് ചെയ്യുന്നതിന് വേണ്ടി, പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി രാത്രി സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ വിളിയാളത്തിന് ഉത്തരം നൽകാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതേപോലെ നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, ഇന്നല്ലാഹ യബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. രാത്രിയുടെ അമങ്ങളിൽ ആരൊരാൾ തെറ്റുകൾ ചെയ്തു പോയോ, ആരൊരാൾ മോശം പ്രവർത്തിച്ചു പോയോ, അവർ പകലിന്റെ സമയങ്ങളിൽ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചാൽ ആ പശ്ചാത്താപം സ്വീകരിക്കുന്നതിന് പടച്ചവൻ തയ്യാറാണ്, സന്നിഹിതനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അതിനുവേണ്ടി നിങ്ങൾ പശ്ചാത്തപിക്കും. പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കാതെ മരിച്ചു പോകല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാളെ ആഖിറ നഷ്ടപ്പെടുത്തി കളയും. إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് അറിയിച്ചു തരികയാണ് അവന്റെ ഗ്രന്ഥത്തിലൂടെ. ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാല. ഒരു സഹോദരനോ ഒരു സഹോദരിയോ ഒരു അടിമയോ ഒരു സഹോദരൻ ഒരു തെറ്റ് ചെയ്തു പോയാൽ അവന്റെ വിവരമില്ലായ്മ കൊണ്ട്, അവന്റെ അറിവില്ലായ്മ കൊണ്ട്, അവന്റെ വിവരക്കേട് കൊണ്ട് ഒരു തെറ്റ് പ്രവർത്തിച്ചു പോയാൽ ഉടൻ തന്നെ താമസം വിന മറ്റൊരു സന്ദർഭത്തിൽ തൗബ ചെയ്യാമെന്നല്ല, ഉടൻ തന്നെ തൗബ ചെയ്യാൻ അവൻ തയ്യാറായാൽ ഉടൻ തന്നെ അവൻ തൗബ ചെയ്യാൻ തയ്യാറായാൽ അല്ലാഹു അവന്റെ മേൽ മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത് ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ വലല്ലദീന യമൂതൂന വഹും കുഫാർ ഉലൈക അഅതദ്നാ ലഹും അദാബൻ അലീമാ. തൗബ എന്ന് പറയുന്നത് നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അരികിലേക്ക് മലക്കുൽ മൗത്ത് വരുമ്പോ, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോ, നിങ്ങൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ, ശബ്ദം മുഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ, സക്കറാത്തിന്റെ ഹാല് വിളിക്കുമ്പോ, ICUവിൽ കിടക്കുമ്പോ, വെന്റിലേറ്റർ ഫിറ്റ് ചെയ്തുകൊണ്ട് കിടക്കുമ്പോ, ആ സന്ദർഭത്തിൽ മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുന്നതിന് നിന്റെ മുന്നിൽ വരുമ്പോൾ നീ തൗബ ചെയ്യുകയാണ്. പടച്ചവനേ, എന്റെ പാപങ്ങൾ മാപ്പാക്കേണമേ, എന്റെ മരണം എളുപ്പമാക്കേണമേ, എന്റെ അന്ത്യം അല്ലാഹുവേ ശുഭകരമാക്കേണമേ എന്ന് നീ തൗബ ചെയ്താൽ ആ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. അങ്ങനെയല്ല തൗബ ചെയ്യേണ്ടത്. മരിക്കുന്ന സമയത്തിലല്ല തൗബ ചെയ്യേണ്ടത്, മരണത്തോട് മല്ലടിക്കുമ്പോഴല്ല തൗബ ചെയ്യേണ്ടത്. ഏ സഹോദര സഹോദരി, നീ ചെയ്ത പാപത്തിന് ഉടനടിയായി നീ തൗബ ചെയ്താൽ തൊണ്ടക്കുഴിയിലേക്ക് മലക്കുൽ മൗത്ത് നിന്റെ റൂഹിനെ പിടിക്കുന്നതിന് മുമ്പ് നീ തൗബ ചെയ്യാൻ തയ്യാറായാൽ ഫൗലൈക യതൂബുല്ലാഹു അലൈഹിം, അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കുമത്രേ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം സഹോദര. പക്ഷെ എപ്പോഴാണ് മരിക്കുക, എവിടെ വെച്ചാണ് മരിക്കുക, എങ്ങനെയാണ് മരിക്കുക, ഏത് സമയത്താണ് മരിക്കുക, ആർക്കാണ് അറിയ
സഹോദരങ്ങളെ, നമുക്കിതൊന്നും അറിയില്ല. ഉറങ്ങാൻ കിടക്കുന്ന സഹോദരൻ, രാവിലെ എഴുന്നേൽക്കാൻ അലാറം വെച്ചുകൊണ്ടുറങ്ങുന്ന സഹോദരൻ, അലാറം അടിക്കുന്നു. ചേതനയറ്റ ശരീരമാണ്. ഭാര്യ തോണ്ടി വിളിക്കുകയാണ്, അലാറം മുഴങ്ങി, വണ്ടി ഓടിക്കാൻ സമയമായി, എയർപോർട്ടിൽ പോകാൻ സമയമായി, മീനെടുക്കാൻ പോകാൻ സമയമായി, ട്രെയിനിലേക്ക് പോകാൻ സമയമായി. കൂടെ കിടന്ന സഹധർമ്മിണി വിളിച്ചുണർത്തുകയാണ്, തട്ടിയുണർത്തുകയാണ്. പക്ഷേ രാത്രി വിളിക്കണേ എന്ന് പറഞ്ഞു കിടന്ന ഇക്കാക്ക് അനക്കമില്ല. ചേതനയറ്റ ശരീരമാണ്. തൗബ ചെയ്യാതെ കിടന്നുപോയി. മദ്യപിച്ച മനുഷ്യനാണ്, പലിശ വാങ്ങിയ മനുഷ്യനാണ്, കള്ളം പറഞ്ഞ മനുഷ്യനാണ്, നമസ്കാരമില്ലാത്ത മനുഷ്യനാണ്, ഭർത്താക്കന്മാരോടും ഭാര്യമാരോടുമുള്ള ഇടപാടുകൾ പൂർത്തിയാക്കാത്തവരാണ്. രാത്രി മരിച്ചു കിടക്കുന്നു. നേരം വെളുക്കുമ്പോൾ പള്ളിയിൽ വിളിച്ചു പറയുന്നു. ജനങ്ങളെല്ലാം ഓടിക്കൂടുന്നു, കുളിപ്പിക്കുന്നു, കട്ടിലിൽ കൊണ്ട് കിടത്തുന്നു. എല്ലാവരും കഫൻ തുണി എടുത്തു കൊണ്ടുവന്ന് പൊതിയുന്നു. തോളിലേക്ക് കയറ്റിക്കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് റബ്ബർ കുഴിയിലേക്ക് കൊണ്ടുപോയി 3 പടി മണ്ണുമായി അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് അസ്സലാമു അലൈക യാ ദാറ ഖൗമി മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് സലാം ചൊല്ലി മടങ്ങി വരുമ്പോ ആ ഖബർ മുതലാണ് സഹോദര നീ തൗബ ചെയ്യാത്തതിന്റെ വിഷമം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അല്ലാഹു കരുണയുള്ളവൻ പറയുന്നത്, കാരുണ്യവാനായ തമ്പുരാൻ പറയുന്നത്, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. ഏത് കൊടിയ പാപമാണെങ്കിലും നിങ്ങൾ തൗബ ചെയ്താൽ ആ തൗബ ഞാൻ സ്വീകരിക്കാം. പക്ഷേ ഹൃദയസ്ത്രിക്കോടുകൂടി നീ ചെയ്ത പാപത്തെ ഓർത്ത് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങണേ, അല്ലാഹുവിലേക്ക് മടങ്ങണേ. അങ്ങനെ മടങ്ങുന്ന മുഅ്മിനാണ് വിജയിച്ചതെന്ന് അല്ലാഹു തആല പറഞ്ഞ സവിശേഷതകളിൽ ഒരായത്തിലൂടെ അറിയിക്കുകയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഈ വിശേഷണങ്ങളെല്ലാം ഉൾക്കൊണ്ട സഹോദര, ഈ പറയപ്പെട്ടതെല്ലാം അംഗീകരിച്ച സഹോദര സഹോദരി, നീ വിജയിച്ചു, നീ വിജയിച്ചു, നീ വിജയിച്ചു. നീ മരിക്കാറാകുമ്പോൾ നീ ദുഃഖിക്കേണ്ട. മലക്കുകൾ നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് തൗബ ചെയ്തവനാണെങ്കിൽ അവരോട് പറയുമത്രേ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. ഭർത്താവിനെ വിട്ടുപോയ ഭാര്യയെ, ഭർത്താവിനെ വിട്ടുപോയ ഭാര്യയെ എല്ലാ ദിവസവും ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് കിടന്ന സഹധർമ്മിണിയാണ്. അവളോട് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, നിന്റെ റൂഹ് പിടിക്കാൻ ഞങ്ങൾ വന്നതാണ്. പക്ഷേ നീ തൗബ ചെയ്തത് കൊണ്ട് നിന്റെ ഭർത്താവിനേക്കാൾ നല്ല കൂട്ടുകാരെ ഖബറിൽ അല്ലാഹു നൽകിയിരിക്കുകയാണ്. ഭർത്താവിനോട് പറയുകയാണ്, ഏ സഹോദര, നിന്റെ റൂഹ് പിടിക്കാൻ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. നിന്റെ സഹധർമ്മിണിയേക്കാൾ നല്ല കൂട്ടുകാരിയെ അല്ലാഹു നിനക്കിതാ ഖബറിൽ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തൗബ ചെയ്യണേ, അത് പിന്തിക്കരുതേ, അത് പിന്തിക്കരുതേ. ആര് എന്ത് തെറ്റ് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തെറ്റിന് പരിഹാരമായി അവരുടെ തൗബയിലൂടെ പടച്ചവൻ അവരെ രക്ഷപ്പെടുത്തുമത്രേ. തൊണ്ടക്കുഴിയിലേക്ക് അവന്റെ റൂഹ് പിടിക്കാൻ മലക്ക് തൊണ്ടക്കുഴി വരെ എത്തുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പെങ്കിലും അവൻ തൗബ ചെയ്താൽ അവന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം, കരയണം, ദുആ ചെയ്യണം, പൊട്ടിക്കരയണം. ഇന്ന് ദുആ ചെയ്യാറില്ല നമ്മളാരും. അതാണ് തൗബ. നമ്മൾ ചെയ്ത പാപം ഞാൻ തന്നെ ഓർത്ത് ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യുമ്പോഴേ അതിന്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. അതല്ലാതെ നമ്മൾ മൊത്തത്തിൽ ഇരുന്ന് ദുആ ചെയ്തതിന്റെ ഗൗരവം അറിയില്ല. കാരണം ഓരോരുത്തർ ചെയ്ത പാപം അത്രത്തോളം ഭയങ്കരമാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ പാപം ഗൗരവത്തോടുകൂടി ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞ് ദുആ ചെയ്യ്. നിങ്ങളുടെ സകലമായ ആവശ്യങ്ങൾ ദുആ ചെയ്യ്. അല്ലാഹു നിങ്ങളുടെ ദുആ തട്ടിക്കളയുകയില്ല. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നമ്മുടെ ഞാനിപ്പോ ലക്ഷം വീട്ടിൽ താമസിക്കുന്നവനാണ്, ഞാൻ വല്ലപ്പോഴും നിസ്കാരമുള്ളവനാണ്, എന്റെ ദുആ ഒന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് കരുതുന്ന സഹോദരി സഹോദരന്മാരുണ്ട് ഇവിടെ. എത്രയോ സഹോദരങ്ങൾ നമസ്കാരത്തിൽ കഴിഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞാൽ ദുആ ചെയ്യൂല, ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞാൽ ദുആ ചെയ്യൂല. നമസ്കാരത്തിന്റെ സന്ദർഭങ്ങളിലും തസ്ബീഹ് ഓതിയിട്ടും ദിക്റുകൾ ഓതിയിട്ടും സ്വലാത്ത് ചൊല്ലിയിട്ടും ഒക്കെ ദുആ ചെയ്യുമെന്ന് പറഞ്ഞാൽ ദുആ ചെയ്യൂല. നിങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ ദുആ ചെയ്യൂല. ആരോടെങ്കിലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയോ ആരെങ്കിലും എഴുതി ഏൽപ്പിക്കുകയോ ചെയ്യുന്നു എന്നല്ലാതെ ആരും സ്വന്തമായിട്ട് നിന്ന് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യാൻ തയ്യാറാവുന്നില്ല.
അതാണ് കുഴപ്പം. എന്താ കാരണം അവർ പറയുന്നത്? ഓ, നമ്മുടെ ദുആ ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നൊരു വാക്കുണ്ട്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലാ തഅജിസൂ ഫി ദുആ, നിങ്ങളാരും ദുആയുടെ വിഷയത്തിൽ നിങ്ങൾ നിരാശരാകരുത്. ഫഇന്നഹു, കാരണം എന്തെന്നറിയുമോ, ലയ്യഹ്ലിക മഅദ്ദുആഇ അഹദുൻ, ദുആ ചെയ്ത ഒരാൾ പോലും നശിച്ച ചരിത്രമില്ലെന്ന് മദീനയുടെ മണവാളനാണ് പറയുന്നത്. ഒരിക്കൽ പോലും കള്ളം പറയാത്ത പ്രവാചകനാണ് പറയുന്നത്. ആ മദീനയുടെ പുങ്കവരായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, ദുആയിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകരുത്. കുട്ടികളുടെ ആവശ്യത്തിന് നിങ്ങൾ ദുആ ചെയ്യണേ. ദമ്പതികളെ വിവാഹം കഴിച്ച് വർഷങ്ങളായി മക്കളില്ലാത്തവർ, നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് പാതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ച് സുന്നത്തുകൾ അധികമായി നമസ്കരിച്ച് നിങ്ങൾ ദുആ ചെയ്യണേ. ഭാര്യയും ഭർത്താവും മാറി മാറി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലയ്യഹ്ലിക മഅദ്ദുആഇ അഹദ്, ഒരാൾ പോലും ദുആ ചെയ്ത് നിരാശരായ ചരിത്രമില്ല. ആരും നശിച്ചു പോവുകയില്ല. ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുമെന്ന് ഒരിക്കൽ പോലും കള്ളം പറയാത്ത പ്രവാചകൻ പറഞ്ഞുവെങ്കിൽ, മദീനയിൽ ഒരു വലിയ വിഷയം നടന്നാൽ, ഒരു അദാബ് ഇറങ്ങിയാൽ, ഒരു വലിയ സംഭവം നബി തങ്ങൾ കണ്ടാൽ നേരെ പള്ളിയിലേക്ക് പോയി 2 റക്അത്ത് നമസ്കരിച്ച് പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുമത്രേ, ദുആ ചെയ്യുമത്രേ. ആ ദുആയുടെ ഫലമാണ് അല്ലാഹുവിന്റെ റസൂൽ പ്രതീക്ഷിക്കുന്നത്. ഒരു ദിവസം മദീന പട്ടണത്തെ മുഴുവനും വലയം ചെയ്തുകൊണ്ട് സൂര്യന് ഗ്രഹണം സംഭവിക്കുകയാണ്. വലിയ അദാബാണ് സൂര്യഗ്രഹണം. ഇന്നത് വലിയ നിസാരമായി നമ്മളത് കാണുന്നുവെങ്കിൽ അത് സാരമേറിയ വിഷയമാണ് സഹോദര, സാരമേറിയ വിഷയമാണ് സഹോദര. അതുകൊണ്ടാണല്ലോ സൂര്യൻ ഗ്രഹണം സംഭവിച്ചാലും ചന്ദ്രന് ഗ്രഹണം സംഭവിച്ചാലും നിങ്ങൾ നമസ്കരിക്കണേ. നമസ്കാരം കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടണേ. അത് വലിയ വിപത്താണ് കേട്ടോ, വലിയ വിപത്താണ് കേട്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു തന്നുവെങ്കിൽ, ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിലൂടെ നമുക്കറിയാം, ഇൻകസഫത്തി ശംസു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലഘട്ടത്തിൽ മദീനയിൽ ഭയങ്കരമായ നിലയിൽ ഭയങ്കരമായ വിപത്ത് പോലെ ആ മദീനയെ മുഴുവനും നശിപ്പിക്കുന്ന കോലത്തിൽ, ആ മദീനയെ മുഴുവനും അന്ധകാര നിമിടമാക്കിക്കൊണ്ട് സൂര്യന് ഗ്രഹണം സംഭവിച്ചുവത്രേ. അല്ലാഹുവിന്റെ റസൂല് നേരെ പള്ളിയിലേക്ക് ഓടുകയാ. പള്ളിയിലേക്ക് പോയിക്കൊണ്ട് സഹാബാക്കളും കൂട്ടത്തിലുണ്ട്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ നമസ്കാരത്തിൽ നിലയുറപ്പിക്കുകയാണ്. ഖാമ തവീല, അല്ലാഹുവിന്റെ റസൂൽ കൂടുതൽ ദീർഘനേരം നിൽക്കുകയാ. വലിയ വലിയ സൂറത്തുകൾ പാരായണം ചെയ്യുകയാ. സഹാബത്ത് പറയുകയാണ്, ലം യകദ് അയ്യർക, അല്ലാഹുവിന്റെ റസൂലിന് റുക്ഊ ചെയ്യാനേ മനസ്സ് വരാത്ത മാതിരി അല്ലാഹുവിന്റെ റസൂൽ നിന്നുകൊണ്ട് നമസ്കരിക്കുകയാ. ദീർഘനേരം നമസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ലം യകദ് അയ്യർക, റുക്ഊ ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ തയ്യാറാകുന്നില്ല. സൂറത്തുൽ ബഖറ ഓതി തീർക്കുകയാണ്. 2.5 ജുസോളം ദൈർഘ്യമുള്ള സൂറത്തുൽ ബഖറ ഒരു റക്അത്തിന്റെ തുടക്കത്തിൽ ഓതുകയാണെങ്കിൽ എത്ര സമയമാണ് എടുക്കുക? വീണ്ടും സഹാബത്ത് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന് റുക്ഊയിൽ പോകാൻ ഇഷ്ടമില്ലാത്ത മാതിരി നബി തങ്ങൾ റുക്ഊ ചെയ്തുവത്രേ. വളരെ ദീർഘനേരം റുക്ഊയിലാണ്, ദീർഘനേരം റുക്ഊയിലാണ്. നമസ്കാരം എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് കൂടെ നിങ്ങൾ ഓർക്കണം. ഈ പ്രഭാഷണം നടത്തുന്ന അബൂബക്കറും ഈ കേൾക്കുന്ന നിങ്ങളും നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനല്ല എന്ന കാര്യം ഓർക്കണം. 2 റക്അത്ത് നമസ്കാരത്തിന് കേവലം 1 മിനിറ്റ് കൊണ്ട് നമസ്കരിക്കുന്ന സഹോദര സഹോദരി, ആ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, കോഴി കൊത്തുന്നത് പോലെ കൊത്തി നമസ്കരിക്കുന്നവന്റെ നമസ്കാരം പഴന്തുണി ചുരുട്ടി മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുന്നത് പോലെ അവന്റെ മുഖത്തേക്ക് നാളെ അല്ലാഹു വലിച്ചെറിയുമത്രേ. അതുകൊണ്ട് ആ നമസ്കാരമല്ല വേണ്ടത്. സമാധാനത്തോടെ നമസ്കരിക്കണം, സമയമെടുത്ത് നമസ്കരിക്കണം, തുമഅനീനത്തോടെ നമസ്കരിക്കണം. ആ നമസ്കാരത്തിനാണ് സവാബുള്ളത്, അതിനാണ് പ്രതിഫലമുള്ളത്, അതിനാണ് ഗുണമുള്ളത്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ നമസ്കരിച്ച നമസ്കാരം അതാണ്. റുക്ഊ ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ല. സുമ്മ റകഅ
പക്ഷേ നബി തങ്ങൾ റുക്കൂ ചെയ്തു, ദീർഘനേര റുക്കൂഇൽ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരുന്നു. വലം യകദ് അയ്യർഫഅ റഅസഹു, നബി തങ്ങൾക്ക് റുക്കൂഇൽ നിന്ന് ഉയരാൻ മനസ്സേ വരുന്നില്ല. സഹാബത്ത് പറയുകയാണ്, സുമ്മ റഫഅ റഅസഹു, അല്ലാഹുവിന്റെ റസൂൽ പിന്നീട് റുക്കൂഇൽ നിന്ന് തല ഉയർത്തി ഇഅ്തിദാലിൽ നിൽക്കുകയാണ്. സുമ്മ ഖാമ തവീല, കുറേ സമയം അങ്ങനെ തന്നെ നിന്നുകൊണ്ട് റബ്ബനാ ലക്കൽ ഹംദ് മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ് റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. പടച്ചവനെ, നിനക്കാണ് അഖില സ്തുതി, നിനക്കാണ് നിഖില സ്തുതി, നിനക്കാണ് സ്തോത്രങ്ങൾ അത്രയും. ഈ അദാബിനെ ഇവിടെ നിന്ന് ഉയർത്തേണമേ അല്ലാഹ്. നമസ്കാരത്തിലൂടെ നിന്നോട് സഹായം തേടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നിലയുറപ്പിക്കുകയാണ്. സഹാബത്ത് പറയുകയാണ്, ലം യകദ് അയ്യർഫഅ അയ്യസ്ജുദ, അല്ലാഹുവിന്റെ റസൂലിന് സുജൂദ് ചെയ്യാനേ മനസ്സില്ല. സുമ്മ സജദ, പിന്നീട് നബി തങ്ങൾ സുജൂദ് ചെയ്തു, ആ സുജൂദ് ദീർഘിപ്പിച്ചു. ലം യകദ് അയ്യർഫഅ റഅസഹു മിനസ് സുജൂദി, നബി തങ്ങൾക്ക് സുജൂദിൽ നിന്ന് തല ഉയർത്താനേ ഇഷ്ടമില്ലാത്ത മാതിരി അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ തന്നെ കിടന്നു. പിന്നീട് സുജൂദിൽ നിന്ന് തല ഉയർത്തി. അങ്ങനെ ഒരു റക്അത്ത് പൂർത്തിയാക്കി, രണ്ടാമത്തെ റക്അത്തും അതേപോലെ പൂർത്തിയാക്കി. ദീർഘനേരം ആ നമസ്കാരം പൂർത്തിയാക്കി. രണ്ടാമത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദിൽ കിടന്നുകൊണ്ട് ലോകത്തിന്റെ നായകൻ വിളിച്ചു പറയുകയാണ്, ലോകത്തിന്റെ നാഥന്റെ ദുആയാണ്, എന്റെ സഹോദരാ സഹോദരി, എന്റെ സഹോദരാ സഹോദരി, 2 ദിവസത്തെ തൗബയുടെ ദുആയും തൗബയുടെ പ്രഭാഷണവും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം. അല്ലാഹുവിന്റെ റസൂൽ തൗബ ചെയ്ത് നേടിയെടുത്ത വലിയ സംഭവമാണ് നബി തങ്ങൾ നമ്മളെ ഇവിടെ പഠിപ്പിച്ചു തരുന്നതെങ്കിൽ മരണമല്ലാത്ത ഏത് പ്രശ്നത്തിനും പരിഹാരം നമസ്കാരമാണ്, നമസ്കാരമാണ്, നമസ്കാരമാണ്. വലിയ വിപത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റിയതിന്റെ മഹിതമായ ഉദാഹരണമാണ് അല്ലാഹുവിന്റെ റസൂൽ നമുക്കിവിടെ പഠിപ്പിച്ചു തരുന്നത്. രണ്ടാമത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്, യാ റബ്ബി, ഓ പടച്ചവനെ, ഓ രക്ഷിതാവേ, അലം തഅദിനി, നീ എനിക്ക് വാഗ്ദാ ചെയ്തതല്ലേ, നീ എന്നോട് വാഗ്ദാനം പറഞ്ഞതല്ലേ, ചെയ്തതല്ലേ, അല്ലാ തുഅദ്ദിബഹും വഅന ഫീഹിം. ഈ മുഹമ്മദ് ഏതൊരു സമുദായത്തിൽ ജീവിച്ചിരിക്കുന്നുവോ ആ കാലഘട്ടത്തോളം ആ സമുദായത്തെ നീ പീഡിപ്പിക്കുകയില്ല, വേദനിപ്പിക്കുകയില്ല, ശിക്ഷിക്കുകയില്ല എന്ന് നീ എനിക്ക് വാഗ്ദാ ചെയ്തതല്ലേ തമ്പുരാനേ. യാ റബ്ബി, ഓ പടച്ചവനെ, അലം തഅദിനി, നീ എനിക്ക് വാഗ്ദാ ചെയ്തതല്ലേ. വഹും യസ്തഗ്ഫിറൂൻ, ഈ അടിമകൾ, പാവപ്പെട്ട നിന്റെ അടിമകൾ, ഈ സാധുക്കളായ മക്കൾ പശ്ചാത്തപിക്കുന്ന കാലത്തോളം നീ അവരെ ശിക്ഷിക്കുകയില്ല എന്ന് നീ എനിക്ക് വാഗ്ദാ ചെയ്തതല്ലേ പടച്ചവനെ. ഈ അദാബ് ഈ മദീനയ്ക്ക് വേണ്ട അല്ലാഹ്, ഈ അദാബ് ഈ നാട്ടിൽ വേണ്ട അല്ലാഹ്. ഉയർത്തൂ നാദാ. സുജൂദിൽ കിടന്നുകൊണ്ട് ലോകത്തിന്റെ തിരുനാളമാണ് ദുആ ചെയ്യുന്നത്, വിപ്ലവത്തിന്റെ പടപ്പാട്ടാണ് ദുആ ചെയ്യുന്നത്. പരിശുദ്ധ പ്രവാചകന്റെ ദുആ അല്ലാഹു തട്ടിക്കളഞ്ഞ ചരിത്രമില്ല എങ്കിൽ മദീനയുടെ മുത്തിനെ റഹ്മാനം റഹീമുമായ തമ്പുരാൻ ജിബ്രീലിനെ വിട്ട് സാന്ത്വനത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് ആ സുജൂദിൽ നിന്ന് ഉയർത്തുകയാണ്. അൽഹംദുലില്ലാഹ് ഫഹമിദല്ലാഹ വഅസ്നാ അലൈഹി വശകറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചുകൊണ്ട് സുജൂദിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ സൂര്യഗ്രഹണത്തിന് തിരശീല വീണുവത്രേ. സൂര്യഗ്രഹണം തീർന്നുപോയി, സൂര്യൻ പഴയ അവസ്ഥയിലേക്കെത്തി, സൂര്യൻ ഉദിച്ചുയർന്നു, മദീനയാകമാനം തേജസ് കൊണ്ട് നിറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചുവത്രേ. എന്തിനാണ് പുഞ്ചിരിച്ചത്? വലിയ അദാബ് ഇറങ്ങി വന്നപ്പോ നമസ്കാരത്തിലൂടെ ആ അദാബിനെ സ്വന്തം നാട്ടിൽ നിന്ന് വലിച്ചു കയറിയാൽ അല്ലാഹുവിന്റെ റസൂലിന് പടച്ച തമ്പുരാന് തൗഫീഖോടെ കഴിഞ്ഞുവെങ്കിൽ ഈ വേളാവൂരുള്ള സഹോദര സഹോദരി, ഈ പത്തനാപുരത്തുകാരനായ സഹോദരനും അവന്റെ നാട്ടുകാർക്കും എല്ലാവർക്കും സകലമാന ആദാബുകളും സകലമാന പ്രശ്നങ്ങളും സകലമാന പ്രയാസങ്ങളും സകലമാന രോഗങ്ങളും സകലമാന ദുഃഖങ്ങളും സകലമാന ദുരിതങ്ങളും സകലമാന വേവലാദികളും സകലമാന ആവലാദികളും നമസ്കാരത്തിലൂടെ നേടിയെടുക്കാൻ കഴിയും. എല്ലാത്തിനും പരിഹാരം നമസ്കാരത്തിലൂടെ നേടിയെടുക്കാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ
ബിസ്സബരി വസ്സലാ. പടച്ച തമ്പുരാന്റെ വിളി പുരുഷന്മാരോട് മാത്രമല്ല, സ്ത്രീകളെ നിങ്ങളോടും വിളിച്ചു പറയുകയാണ്. നമസ്കരിച്ചോ, നമസ്കരിച്ചോ, നമസ്കാരത്തിലൂടെ സഹായം ചോദിച്ചോ, അല്ലാഹുവിനോട് സഹായം തേടിക്കോ. പക്ഷേ ക്ഷമിച്ചിരിക്കണം, ക്ഷമിച്ചിരിക്കണം. ഇന്ന് നമസ്കരിച്ചാൽ നാളെ നിനക്ക് അല്ലാഹു സഹായവുമായി മലക്കുകളെ അയക്കുകയില്ല. നീ ക്ഷമിച്ചിരുന്നാൽ പടച്ചവൻ നിന്റെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു തരും. പരിശുദ്ധ ഖുർആനാണിത്, സത്യമായ ഗ്രന്ഥമാണിത്. വള്ളി പുള്ളി വിവർഗ വിവരണ വ്യത്യാസമന്യേ എന്നെന്നും നിലകൊള്ളുന്ന പടച്ച തമ്പുരാന്റെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥമാണ് പഠിപ്പിക്കുന്നത്. ഇസ്തഈനൂ, നിങ്ങൾ സഹായം തേടണേ. ബിസ്സബ്രി വസ്സലാ, ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടണേ എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ, കടക്കാരിയായ പെണ്ണേ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പെണ്ണേ, പലിശയ്ക്ക് പണമെടുത്ത പെണ്ണേ, നിന്റെ കെട്ടുതാലി പണയപ്പെടുത്തിയിട്ട് ഗൾഫിലേക്ക് പറന്നുപോയ ചെറുക്കന്റെ ഭാര്യയെ, നീ അള്ളാന്റെ അടുക്കൽ സുജൂദില് വീണിട്ട് പൊട്ടിക്കരയ പെണ്ണേ. പടച്ച തമ്പുരാനെ, പടച്ച തമ്പുരാനെ, എന്റെ കടത്തിന് പരിഹാരം തരണേ, എന്റെ കടത്തിന് പരിഹാരം തരണേ എന്ന് നീ ദിവസം തോറും പാതിരാത്രി എഴുന്നേറ്റ് റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ആവലാതിപ്പെട്ട് പൊട്ടിക്കരഞ്ഞാൽ അല്ലാഹു നിനക്ക് റഹ്മത്തിന്റെ വാതിൽ തുറന്നു തരും. പൊന്നുപങ്ങളെ, കടക്കാരനായി ജപ്തിയുടെ നോട്ടീസ് നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ട് ഒട്ടിച്ചു വെക്കുമ്പോ നീ ബാങ്കുകാരന്റെ മുന്നിൽ പോയി കഴുതയുടെ കാല് പിടിച്ച് കരയുന്നത് പോലെ വാവിട്ട് കരയുന്ന പെണ്ണേ, ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന നിയന്താവായ പടച്ചവന്റെ മുന്നിൽ പൊട്ടിക്കരയാൻ നിനക്ക് മടിയന്തേ പെണ്ണേ? രോഗം പിടിച്ച് നിന്റെ ഉപ്പയെയോ നിന്റെ ഉമ്മയെയോ നിന്റെ ഭർത്താവിനെയോ നിന്റെ സന്താനങ്ങളെയോ മെഡിക്കൽ കോളേജിന്റെ ICUയിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട ഡോക്ടർമാർക്ക് കൈക്കൂലികൾ വലിച്ചെറിഞ്ഞ് അവരുടെ കൈകാലം പിടിച്ചിട്ട് നീ കഞ്ചിക്കൊണ്ട് പറയില്ലേ, ഏ പൊന്നു സാറേ എന്റെ ഇക്കയെ രക്ഷപ്പെടുത്തണം, ഏ പൊന്നു സാറേ എന്റെ ഉമ്മയെ രക്ഷപ്പെടുത്തണം, ഏ പൊന്നു സാറേ എന്റെ ഉപ്പയെയും ഉമ്മയെയും എന്റെ ഭാര്യയെയും ഭർത്താവിനെയും രക്ഷപ്പെടുത്തണം, നിങ്ങളല്ലാതെ മറ്റാരുമില്ല രക്ഷപ്പെടുത്താനെന്ന് OBC മുസ്ലിമായ പെണ്ണ് മെഡിക്കൽ കോളേജില് ഡോക്ടറുടെ കാല് പിടിച്ച് പറയുന്നതിന് പകരം എന്റെ പൊന്നു പെങ്ങളെ, ആ മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ നീ മുസല്ല വിരിച്ചിട്ട് കൊണ്ട് പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് റഹ്മാനായ അല്ലാഹ്, എന്റെ ഇക്ക ICUവിലാണ് പടച്ചവനെ, എന്റെ ഇക്കയ്ക്ക് ആരോഗ്യം നൽകേണ്ടത് നീയാണ് പടച്ചവനെ, എന്റെ ഇക്കയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നത് നീയാണ് പടച്ചവനെ, അതുകൊണ്ട് എന്റെ ഇക്കാടെ രോഗത്തെ സുഖപ്പെടുത്തണേ അല്ലാഹ്. ഡോക്ടർമാർക്ക് കഴിവില്ല പടച്ചവനെ, മരുന്നിന് കഴിവില്ല അല്ലാഹുവേ, മെഡിക്കൽ കോളേജുകാർക്കൊന്നും അതിനൊരു ഉത്തരവാദിത്വമില്ല നാഥനെ. അതുകൊണ്ട് നീ എന്റെ ഇക്കാടെ രോഗം സുഖപ്പെടുത്തണം, നീ എന്റെ ഉപ്പാന്റെ രോഗം സുഖപ്പെടുത്തണം, നീ എന്റെ ഉമ്മാന്റെ രോഗം സുഖപ്പെടുത്തണം. അവർക്ക് നീ ദീർഘായുസ് നൽകണം, അവരുടെ ആയുസ്സിൽ വലിപ്പം നൽകണം, അവരുടെ രോഗം എളുപ്പമാക്കണം, ശിഫ നൽകി പുഞ്ചിരിച്ച മുഖത്തോടുകൂടി കണ്ണാടി മുറിയിൽ നിന്ന് കിടന്നു പോയ മനുഷ്യൻ നടന്നു വരാനുള്ള സൗഭാഗ്യം നീ നൽകണേ നാഥനെ എന്ന് എന്റെ പൊന്നുപെങ്ങളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീ പറഞ്ഞാൽ പടച്ചവൻ നിനക്ക് റഹ്മത്തിന്റെ വാതിൽ തുറന്നു തരും. ആരാണ് കരയുക, ആരാണ് ദുആ ചെയ്യുക, ആർക്കാണ് ദുആ ചെയ്യാൻ ഇവിടെ സമയം? ജനതയുടെ കാല് പിടിക്കും, ജനങ്ങളുടെ കാല് പിടിക്കും, രാഷ്ട്രീയക്കാരന്റെ കാല് പിടിക്കും, ലോക്കൽ ഓഫീസുകാരന്റെ കാല് പിടിക്കും, പഞ്ചായത്ത് മെമ്പറിന്റെ കാല് പിടിക്കും. പടച്ച തമ്പുരാന്റെ കാല് പിടിച്ച് കരയാൻ ഈ ഉമ്മത്ത് തയ്യാറാകാത്തിടത്തോളം കാലം വല്ലാഹി സത്യം നിന്റെ ഒരു കാര്യവും അല്ലാഹു പൂർത്തിയാക്കി തരികയില്ല, ഒരു കാര്യവും അല്ലാഹു പൂർത്തിയാക്കി തരികയില്ല. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, മൻ ഫുതിഹ ലഹു ബാബു ദുആഇ മിൻകും, ആരെങ്കിലും നിങ്ങളിൽ നിന്ന് ദുആയുടെ വാതിൽ തുറന്നാൽ ഫുതിഹത് ലഹും അബ്വാബുൽ ഇജാബ, ഇജാബത്തിന്റെ വാതിൽ അല്ലാഹു അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുആ ചെയ്താൽ സ്വീകരിക്കൂലാന്ന് ആരും കരുതണ്ട. ദുആ ചെയ്യേണ്ട ക്വാളിറ്റിയോടെ ചെയ്യണം. ദുആ ചെയ്യേണ്ട ക്വാളിറ്റിയോടെ ചെയ്താൽ പടച്ചവൻ അല്ലാഹു നിങ്ങളുടെ ഉദ്ദേശം നിറവേറ്റി തരും. അതല്ലാതെ ഒരു കണ്ണുനീര് പോലുമില്ലാതെ, ഒരു അതവില്ലാതെ, ഒരു മര്യാദയില്ലാതെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നീ പോയിട്ട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹ്ക്ക് വേണ്ട മോളെ, ആ ദുആ അല്ലാഹ്ക്ക് വേണ്ട. അതുകൊണ്ടാണ് ഈ വിനീതൻ ദുആ തൗബ എന്നാൽ എന്ത് എന്ന് ഈ രണ്ട്
ദിവസവും നിങ്ങളുടെ മുന്നിൽ ഓതി തന്നത്. അതല്ലാതെ സമയം പാഴാക്കാനല്ല, ഒരു രസത്തിനല്ല, വെറുതെയല്ല. അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറയുന്നത് കേൾക്കണം. ബഹുമാനപ്പെട്ട നബിതങ്ങൾ പറയുകയാണ്, മാമിൻ മുസ്ലിമിൻ യദുല്ലാഹ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിയതു റഹ്മിൻ ഇല്ലാ അതാഹുല്ലാഹു ഇഹ്ദാ ബിഹാ സലാത്ത്. ഏതെങ്കിലും ഒരു മുസ്ലിമായ സഹോദരനോ ഏതെങ്കിലും ഒരു മുസ്ലിമായ സഹോദരിയോ തന്റെ ആവശ്യങ്ങൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് എടുത്തു ധരിച്ചുകൊണ്ട് പടച്ചവനോട് ചോദിച്ചാൽ, പടച്ചവനോട് പറഞ്ഞാൽ, മൂന്നാലൊരു കാര്യം അല്ലാഹു സുനിശ്ചിതമായി അവർക്ക് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരൊരാൾ ദുആ ചെയ്താലും മൂന്നാലൊരു കാര്യം ഉറപ്പ്. അല്ലാതെ ആരുടെയും ദുആ തട്ടിക്കളയുകയില്ല. മൂന്നാലൊരു കാര്യം അവർക്ക് ഉറപ്പാണ്. ഇമ്മാ അയ്യുഅജ്ജില ലഹു ദഅവതുഹു ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ച് ഉടൻ തന്നെ അവരുടെ കാര്യം അല്ലാഹു സാധിച്ചു കൊടുക്കും. ഒന്നുകിൽ രണ്ട്, ഇമ്മാ അയ്യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, ദുനിയാവിൽ വെച്ചവൻ ചോദിച്ചിട്ട് ദുനിയാവിൽ അതിന് മറുപടി കിട്ടിയില്ല എങ്കിൽ ദുഃഖിക്കേണ്ട, നീ ആഖിറത്തിലേക്ക് പോകുമ്പോ നിന്റെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു ഒഴിവാക്കി തരും. അതിലൂടെ ആ ദുആയിലൂടെ നിനക്ക് ആഖിറം അല്ലാഹു എളുപ്പമാക്കി തരും, വിചാരണ ലഘുവാക്കി തരും. അവിടുത്തെ നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമത്രേ. മൂന്നാമത്തെ കാര്യം നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ വല്ല വിപത്തുകൾ വരുമ്പോ അല്ലാഹു തആല മുഅഖിബാത്തുകളായ മലക്കുകളെ കൊണ്ട് ആ ആപത്തുകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമത്രേ. ഈ മൂന്നാലൊരു കാര്യം അല്ലാഹു ഉറപ്പിച്ചു തരും. ദുആ ചെയ്താൽ ആരുടെയും ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ല. നിങ്ങൾ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു വലിയ ട്രെയിലർ വരുന്നു, ഭയങ്കരമായ ലോറി. നിങ്ങളുടെ വാഹനം ഒരുപക്ഷെ അബദ്ധത്തിൽ അതിന്റെ അടുക്കിലേക്ക് പോയി പെട്ടെന്ന് ആരോ വെട്ടിമാറ്റിച്ചതുപോലെ രക്ഷപ്പെട്ടു. വണ്ടി സൈഡിൽ ഒതുക്കി സോഡാ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ദീർഘശ്വാസം വിടും, അല്ലാ ഇങ്ങോട്ട് വെട്ടിച്ചില്ലായിരുന്നു, നമ്മൾ ഇപ്പൊ അതിനടിയിലായി പോയനല്ലോ അല്ലാ. വല്ലാഹി ഡ്രൈവറിന്റെ സാമർത്ഥ്യമല്ല, അല്ലാഹു മുഅഖിബാത്തുകളായ മലക്കുകളെ കൊണ്ട് നിന്നെ രക്ഷപ്പെടുത്തിയതാണ്. കാരണം എന്താ? നീ ദുആ ചെയ്തു, പടച്ചവനെ യാത്രയെ നീ കാക്കണേ അല്ലാ, അപകടങ്ങൾ ഒഴിവാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ യാത്രയിൽ നീ സംരക്ഷണം നൽകണേ അല്ലാ എന്നുള്ള നിന്റെ ദുആയുണ്ടല്ലോ, ആ ദുആയുടെ ബർക്കത്താണ് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തിയത്. അതല്ല ഡ്രൈവറിന്റെ സാമർത്ഥ്യം അല്ലാതെ. കുട്ടികളെ കിണറ്റിന്റെ അരികിലേക്ക് പോകും, കൊച്ചു കുട്ടികൾ, ഉമ്മ അടുക്കളയിലായിരിക്കും, അറിയില്ല, ഓടിപ്പോകുന്നു. കിണറ്റിന്റെ സൈഡിൽ ഒക്കത്ത് പോയി നിന്നുകൊണ്ട്, അതിന്റെ സൈഡിൽ പോയി നിന്നുകൊണ്ട് കുട്ടി കിണറ്റിലേക്ക് നോയിക്കൊണ്ടിരിക്കും. 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സ് 4 വയസ്സായ കുട്ടി, കിണറിന്റെ സൈഡ് കെട്ടാത്ത കുട്ടി. ഉടനെ ഉമ്മ അവിടെ നിന്നുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഓടി വരും. പക്ഷേ എത്രയോ നേരം കൊണ്ട് കുട്ടി നിൽക്കുകയാണ്, നിമിഷ നേരം അത് താഴേക്ക് വീഴാൻ. ഉമ്മ പോയി ആ കുട്ടിയെ പിടിക്കുന്നു, ആ കുട്ടിയുടെ നിന്ന ഭാഗത്തെ മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്നു. അല്ലാഹു കുട്ടിയെ രക്ഷപ്പെടുത്തി. ഉമ്മ പറയും, പടച്ചവനെ ഞാൻ പിടിച്ചില്ലായിരുന്നു എന്റെ കുഞ്ഞിപ്പ കിണറ്റിനകത്ത് പോയനെ. ഇല്ല പെങ്ങളെ, ഉമ്മ നിന്റെ സാമർത്ഥ്യമല്ല അവിടെ, നീ നമസ്കരിച്ചിട്ട് നിന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആ ദുആയുടെ ബർക്കത്താണ് അല്ലാഹു നിന്റെ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. അതല്ലാതെ നിന്റെ സാമർത്ഥ്യമല്ല, നീ അത് മനസ്സിലാക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അതുകൊണ്ട് ഒരാൾ ദുആ ചെയ്താൽ ആ ദുആ തട്ടിക്കളയുകയില്ല, അത് സ്വീകരിക്കും. മൂന്നാലൊരു രീതിയിലൂടെ ആയിരിക്കും. അത് ഇങ്ങനെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. വീണ്ടും നബി തങ്ങൾ പറയുക, ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ, അല്ലാഹു മാന്യനാണ്, നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമാണ് പടച്ചവൻ. അവനൊരു ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല. സസൂക്ഷ്മം തന്റെ അടിമകളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി അവൻ തയ്യാറായിരിക്കുന്ന മാന്യനാണ് പടച്ചവൻ. അവൻ ലജ്ജിക്കുന്നു. ഇദാ റഫഅ അർ-റജുലു ഇലൈഹി അല്ലാഹുവിന്റെ അടിമ അവന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ആ കരങ്ങൾ വട്ടപൂജ്യത്തോടുകൂടി നിസാരതയോടുകൂടി അവൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകാതെ അവന്റെ കണ്ണുനീര് ഒപ്പിയെടുത്ത്
പിടിക്കാതെ ആ കരങ്ങൾ നിസാരതയോടുകൂടി മടക്കുക എന്നത് പടച്ചവന്റെ പദവിക്ക് യോജിച്ചതല്ല. അങ്ങനെ ഒരാളുടെ കൈ മടക്കുന്നത് അല്ലാഹു ലജ്ജിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? ഒരു മാന്യനായ ഒരു സഹോദരനോട് നമ്മൾ പ്രതീക്ഷയോടുകൂടി ഒരു പിരിവിന് വേണ്ടി പോകുന്നു. പോയാൽ ഒരു 12,000 റുപ്യ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു. പോയിട്ട് അയാൾ പറയുക ഒരു 25 രൂപ എടുത്ത് തന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളിങ്ങി വരും. പക്ഷെ നമ്മൾ പറയുന്നത് എന്താ? അയാൾ നല്ലൊരു മാന്യനായിട്ടാണ് നമ്മൾ കരുതിയിരുന്നത്. അദ്ദേഹത്തിന്റെ അന്തസ്സിന് അഭിമാനത്തിനാണ് പ്രശ്നം, നമുക്കല്ല. ജനങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായവും ഒരു പേരും പ്രശസ്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെതായ വിലയും അദ്ദേഹത്തിന്റെ അഭിമാനത്തിനും പ്രശ്നമാണ് ഈ 25 രൂപ തന്നത്. അദ്ദേഹം 2,000 രൂപ നമ്മൾ പ്രതീക്ഷിച്ചു ഒരു 3,000 4,000 തന്നുവെങ്കിലോ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് ഇത്ര നല്ല മനുഷ്യനാണ്, ദുആ ചെയ്യും. ഇതാണ് പടച്ച തമ്പുരാൻ എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് നൽകുന്ന ഓശാരം എന്ന് പറയുന്നത്. നിങ്ങൾ കൈകൾ ഉയർത്തി അവനോട് ചോദിച്ചാൽ മതി, പടച്ചവൻ നിങ്ങൾക്ക് ഇട്ടുതരും. അങ്ങനെ നിങ്ങൾക്ക് തരാതിരുന്നാൽ അള്ളാഹ്ക്ക് അത് നാണക്കേടാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആര് ദുആ ചെയ്യുന്നു? പെണ്ണുങ്ങൾക്ക് ദുആ ചെയ്യാൻ എപ്പോഴാ സമയം കിട്ടുന്നത്? വീട്ടിൽ നേരം വെളുത്തടം മുതലുള്ള ജോലിയാ. സുബഹിക്ക് മുമ്പ് തുടങ്ങുന്ന ജോലി രാത്രി 10 മണി വരെ. രാത്രി 10 മണി വരെ സുബഹിക്ക് മുമ്പ് തുടങ്ങിയ ജോലിയിൽ എപ്പോഴായി പെണ്ണിന് ഇവിടെ ദുആ ചെയ്യാനുള്ള സമയം, ഒന്ന് കരയാനുള്ള സമയം? ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, അതുകൊണ്ട് ഇബാദത്തിന് വേണ്ടി സമയം കണ്ടെത്തണം, കരയാൻ സമയം കണ്ടെത്തണം. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബാദത്തും അവിടുത്തെ അവസ്ഥയും എങ്ങനെയായിരുന്നു? അൽ ആബിദൂൻ السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. വിശ്വാസികളുടെ വിശേഷണങ്ങളിൽ രണ്ടാമതായി അല്ലാഹു തആല അറിയിക്കുന്നത് ഇബാദത്ത് എടുക്കുന്നവരെ കുറിച്ചാണ്, അല്ലാഹുവെ ആരാധിക്കുന്നവരെ കുറിച്ചാണ്. ഇന്ത്യയും ശ്രീലങ്കയും കളിച്ചു. നമ്മുടെ സഹോദരന്മാർ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ ഉയർത്തിയിട്ടൊരു വാക്ക് പറഞ്ഞു, ഞങ്ങൾ അവരുടെ ആരാധകരാണ്. മുസ്ലിം ഉമ്മത്ത് പറഞ്ഞാല് പോയി പുറത്ത്. ആരാധനയ്ക്കർഹൻ ആരാ? സച്ചിൻ ടെണ്ടുൽക്കർ ആണോ, അല്ലെങ്കിൽ മമ്മൂട്ടിയാണോ, അല്ലെങ്കിൽ മോഹൻലാലാണോ? ഇന്ന് നമ്മുടെ കുട്ടികൾ വലിയ ഫ്ലെക്സ് ഒക്കെ അടിച്ചിട്ട് ആൾ കേരള മോഹൻലാൽ അസോസിയേഷൻ, ആൾ കേരള മമ്മൂട്ടി അസോസിയേഷൻ, ഫാൻസ് അസോസിയേഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ട് താടിയും പൂടയും കളിക്കാത്ത 14-ന്റെയും 15-ന്റെയും 16-ന്റെയും ഷമീർ, നിസാർ, ഷാജഹാന്, സബീർ എന്നൊക്കെ പറഞ്ഞ മുസ്ലിം ചെറുക്കന്മാരെല്ലാം എഴുതി വെച്ച ഞങ്ങൾ ഇവരുടെയൊക്കെ ആരാധകരാണ്. യഥാർത്ഥത്തിൽ ആരാധ്യൻ ആരാണ്? അല്ലാഹു അല്ലാതെ ലോകത്തൊരു ആരാധ്യനുമില്ല. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പരിശുദ്ധമായ മദ്രസയുടെ വരാന്തയിൽ പോയി പഠിച്ച ഈ കുഞ്ഞുമക്കൾ ഇന്ന് ഏതോ ഒരു പേക്കോന്തനെ കണ്ടിട്ട് പറയുക ഞങ്ങൾ നിന്റെ ആരാധകനാണെന്ന്. എന്ത് ആരാധകനാ സുഹൃത്തെ? എന്ത് ആരാധനയാണ്? ഒരാളെ ബഹുമാനിച്ചോ, ഒരാളെ സ്നേഹിച്ചോ, ഒരാളെ ആദരിച്ചോ, പക്ഷെ ആരാധന അത് വേറെയാണ്. ഫാൻ അത് വിഷയം വേറെയാണ്. അത് ആരാധ്യൻ അല്ലാഹുവാണ്. അല്ലാഹു അല്ലാതെ ലോകത്ത് ഒരാളെയും ആരാധിക്കാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്തു പോയാൽ അവൻ കാഫിറാണ്, മുശ്രിക്കാണ്, അവൻ നരകത്തിന്റെ അടിമയാണ്. യാതൊരു സംശയവുമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അതുകൊണ്ട് അല്ലാഹു ഇവിടെ പറയുകയാണ്, യാ അയ്യുഹന്നാസു അബ്ദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ الذي جعل لكم الأرض فراشا
فراشا والسماء بناء. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅ്ബുദൂ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ الذي جعل لكم الأرض فراشا والسماء بناء. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബകും, നിങ്ങളുടെ രക്ഷിതാവിനെ, നിങ്ങളുടെ ആരാധ്യനായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണേ, ആരാധിക്കണേ. അല്ലദീ ഖലഖകും, ആരാണ് ആരാധ്യൻ എന്ന് പറഞ്ഞാൽ പടച്ചവൻ അറിയിച്ചു തരികയാണ്, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ച് സംഹരിച്ച സംഹാരകർത്താവ്. ഉമ്മാന്റെ ഉദരഗഹ്വരത്തിൽ നീണ്ട 10 മാസക്കാലത്തോളം വായു നൽകിയത് ഏത് തെണ്ടുൽക്കറാണ്, ഏത് സിനിമാ നടീനടന്മാരാണ്, ഏത് ധോണിയാണ്, ഏത് ഫ്രാൻസ് ആണ്, അസോസിയേഷൻകാരാണ്. ഉമ്മാന്റെ വയറ്റിൽ കിടന്നപ്പോ കുഞ്ഞിന് ആഹാരം കൊടുത്തത് ആരാ? മമ്മൂട്ടി, മോഹൻലാലോ? ആരാ കൊടുത്തത്? ആ കുട്ടിയെ വെള്ളത്തിനകത്ത് വയറ്റിനകത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 മാസം വളർത്തിയെടുത്തല്ലോ വെള്ളത്തിനകത്ത്. ആരാ ആഹാരം കൊടുത്തത്? അല്ലാഹു പറയാണ്, അല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങളുടെ നാഥനാണ്, അവൻ ഒരുവനാണ്, അവൻ ഏകനാണ്, അവൻ അനശ്വരനാണ്, അവൻ ആദ്യനാണ്, അവൻ അന്ത്യനാണ്, അവൻ ഒടുക്കവുമില്ല, അവന് തുടക്കവുമില്ല. എല്ലാ തുടക്കത്തിന്റെയും തുടക്കം അവനാണ്, എല്ലാ ഒടുക്കത്തിന്റെയും ഒടുക്കം അവനാണ്. ലാ മസീല ലഹു വലാ മിസാല ലഹു വലാ ശബീഹ ലഹു ജല്ല വഅലാ മത്തഖദ സാഹിബതൻ വലാ വലദാ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പ്രസവിച്ചിട്ടില്ല, പ്രസവിക്കപ്പെട്ടിട്ടില്ല, ജന്മം നൽകിയിട്ടില്ല, ജനിച്ചിട്ടില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, സന്താനങ്ങളില്ല, സഹയാത്രികരില്ല, സഹപ്രവർത്തകരില്ല, സഹപാഠികരില്ല, ആശ്രിതരില്ല. നിരാശ്രയനാണവൻ, അവനിലേക്കാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. അവനാണ് ആരാധ്യൻ. ഇത്രയും കഴിവുണ്ടോ ഈ പറയപ്പെട്ട താരങ്ങൾക്ക്? ഉണ്ടോ? ഉണ്ടോ സുഹൃത്തുക്കളെ? ഒരാളെങ്കിലും ജനിപ്പിക്കാനുള്ള കഴിവുണ്ടോ? ഒരാളുടെ രോഗം മാറ്റാൻ കഴിവുണ്ടോ? കോടികൾ ഇപ്പൊ ക്രിക്കറ്റ് കളിച്ചിട്ട് വാങ്ങിയല്ലോ. എത്രയോ പുരയില്ലാത്ത, വീടില്ലാത്ത പട്ടിണി പാവങ്ങളുണ്ട്. ആ പട്ടിണി പാവങ്ങൾക്ക് എന്നാ നമ്മുടെ വകയായിട്ട് നീ ഒരു വീട് വെച്ചോന്നും പറഞ്ഞ് ഈ ഉറക്കം ഒഴിച്ചിരുന്ന് ഈ റോഡ് മൊത്തം കിടന്ന് നിലം വിളിച്ച് ശരീരത്തിൽ മൊത്തം പെയിന്റും വാരി തേച്ച് കരിയോലും തേച്ച് ഇവത്തുങ്ങളുടെ പേരെല്ലാം വെച്ച് വിളിച്ചു കൂപ്പിക്കൊണ്ട് നടന്നിട്ട് എന്നാ നിന്റെ വകയായിട്ട് ഒരു 16 റുപ്യ നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആരെല്ലാം കൊടുക്കുവോ? ഒന്ന് ആലോചിച്ചു നോക്ക്. എന്നാൽ ആരാധ്യനായ അല്ലാഹു, അവൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ അവൻ തയ്യാറാണ്. നിങ്ങളുടെ സകലമാന ആവശ്യങ്ങളും പൂർത്തീകരിച്ചു തരാൻ അവൻ തയ്യാറാണ്. അവനെ വിളിക്കും നിങ്ങൾ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു മഹാനായ അലിയാർ തങ്ങളോട് ചോദിച്ചത്, നബി തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? ഇബാദത്ത് അൽ ആബിദൂൻ, ഇബാദത്ത് എങ്ങനെയാണെന്നുള്ളതാ കേട്ടോളി. إذا آوى إلى منزله جزأ دخوله 3 أجزاء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിലേക്ക് വരുന്ന വരവിനെ അല്ലാഹുവിന്റെ റസൂൽ 3ആയിട്ട് ഓഹരി ചെയ്യുമത്രേ. 3ആയിട്ട് ഓഹരി ചെയ്യും. ഒന്ന്, ജുസ്അൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഓരോഹരി, വജുസ്അൻ ലിഅഹ്ലിഹി,
തന്റെ കുടുംബിനികൾക്ക് വേണ്ടി ഓരോഹരി വജുസ്അൻ ബൈനഹു വബൈനന്നാസ്, ജനങ്ങളുടെ പൊതുവായ കാര്യങ്ങളെ കേൾക്കുന്നതിനും അവരുടെ ആവലാദികളും അവരുടെ പരാതികളും സ്വീകരിക്കുന്നതിനു വേണ്ടിയും ഓരോഹരി. അങ്ങനെ 3 ഓഹരിയായി മാറ്റിവെക്കും. അലി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യമാണ്. 3 ഓഹരി ചെയ്യും. ഒന്ന് ജുസ്അൻ ലില്ലാ, അല്ലാഹ്ക്ക് വേണ്ടി ഒരു വിഹിതം, അതാണ് ഇബാദത്തിന് വേണ്ടിയിട്ട്. ആബിദൂൻ, ആബിദൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദത്ത്. ഒരു ഓഹരി അല്ലാഹ്ക്ക് വേണ്ടി മാറ്റിവെക്കും. വീട്ടിൽ പോയാലും, വീട്ടിൽ പോയിട്ട് സുബഹിക്കരിക്കാതെ കിടന്ന് ഉറങ്ങലല്ല നബിതങ്ങളുടെ ശൈലി. വീട്ടിൽ പോയാലും ഉറക്കമല്ല നബിതങ്ങളുടെ ശൈലി. വീട്ടിൽ പോയാലും ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കും. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് സഹാബത്ത് ചോദിച്ചു അത്രേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബാദത്ത് വീട്ടിൽ എങ്ങനെയായിരുന്നു? കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖസുല്ലി ഖായിമൻ തവീലാ വയുസല്ലി ഖായിദൻ തവീലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി പറയുകയാണ്, നബി തങ്ങൾ വീട്ടിൽ വന്നാൽ ദീർഘനേരം നിന്ന് നമസ്കരിക്കുമത്രേ, ദീർഘനേരം ഇരുന്ന് നമസ്കരിക്കുമത്രേ. ദീർഘനേരം നിന്ന് നമസ്കരിക്കും. വീട്ടിൽ വന്നാൽ, നമ്മൾ വീട്ടിൽ പോകണം എന്തിനാ? റെസ്റ്റ് എടുക്കാൻ. ഉസ്താദന്മാര് 3 ദിവസം പള്ളിയിൽ ജോലി ചെയ്തിട്ട് 4 ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനാണ്. റെസ്റ്റ് എടുക്കാനാണ്. റെസ്റ്റ്, ബെഡ് റെസ്റ്റ്, എല്ലാത്തിനും ഇപ്പൊ റെസ്റ്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ശൈലി എങ്ങനെ? വീട്ടിൽ വന്നാലും നിസ്കാരം, ഇപ്പൊ കൂടുതൽ സമയം നിന്ന് നമസ്കരിക്കും, കൂടുതൽ സമയം ഇരുന്ന് നമസ്കരിക്കും. വീണ്ടും നബിതങ്ങൾ നബിതങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യമൂത് അന്നഹു വഹുവ ജാലിസുൻ ലം യമൂത് വഹുവ ജാലിസുൻ അക്സറ സ്വലാത്തിഹി വഹുവ ജാലിസുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കാറായ സമയത്ത്, വഫാത്താവാറായ സമയത്ത്, രോഗം പിടിപെട്ട സമയത്ത് പോലും അള്ളാഹുവിന്റെ റസൂൽ കൂടുതൽ സുന്നത്ത് നമസ്കാരം ഇരുന്നു കൊണ്ടാണ് നമസ്കരിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ അധികവും സുഖമില്ലാതിരുന്ന സമയത്ത് ഇരുന്നു കൊണ്ടാണ് സുന്നത്ത് കൂടുതൽ നമസ്കരിച്ചത്. അങ്ങനെ നമസ്കരിച്ചിട്ടല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ല. ആയിഷ ബീവി പറയുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുക, വീട്ടിൽ പോയപ്പോൾ നബിതങ്ങളുടെ അവസ്ഥയാണ് ഇബാദത്ത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ശഖ്സി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്തൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിതങ്ങളുടെ ഹളറത്തിലേക്ക് പോയപ്പോൾ വഹുവ യുസല്ലി, നബിതങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിജൗഫിഹി അസീസുൻ കഅസീസിൽ മിർജലി മിനൽ ബുകാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിൽ പൊട്ടിക്കരയുന്നത് കേട്ടപ്പോൾ ചീനിച്ചട്ടിയുടെ അടിഭാഗത്ത് നിന്ന് കേൾക്കുന്ന ഇരമ്പല് പോലെ, ശബ്ദം പോലെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് അബ്ദുല്ലാഹി ശഖ്സി റളിയല്ലാഹു അൻഹു പറയുകയാണ്. നബിതങ്ങൾ നിസ്കരിക്കുമ്പോൾ ഉള്ള കരച്ചിൽ, നബിതങ്ങളുടെ കരച്ചിൽ ഒന്ന് കേൾക്കണേ. എന്തിനാ കരയുന്നത്? നമുക്ക് വല്ല കരച്ചിലുണ്ടോ? നബിതങ്ങളുടെ കരച്ചിലൊന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ റസൂൽ കരയാ നമസ്കാരത്തിൽ. ഇതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അല്ല നമ്മൾ ഓടി സമയമാകുമ്പോൾ അടുക്കള പണിയെടുത്ത് ക്ലോക്കിലോട്ട് നോക്കിക്കൊണ്ട പാത് കഴിഞ്ഞ് അടുക്കളയിൽ ഒരെണ്ണം കൊണ്ട് വെച്ചേക്കും. 3:30 നമസ്കാരം കള്ളാവും ലൊഹറിന്റെ. 3:20 പെണ്ണുമ്പിള്ള ഓടിപ്പോയിട്ട് അടുക്കളയിൽ പോയി എല്ലാം കൈ കളഞ്ഞ് എല്ലാം ഒന്ന് കളഞ്ഞ് 3:25 ബോഡി വന്നിട്ട്, ഇക്ക സമയമുണ്ടോ ഇനി ലൊഹർ നിസ്കരിക്കാൻ? ചോദ്യം, ഇക്ക സമയമുണ്ടോ ലൊഹർ നിസ്കരിക്കാൻ? 5 മിനിറ്റേ ഉള്ളൂ. ഈ 5 മിനിറ്റ് കൊണ്ട് ഈ പെണ്ണുങ്ങള് അല്ല കാളസറൊക്കെ വാരിയിടണമെങ്കിൽ തന്നെ ഒരു 2 മിനിറ്റ് എടുക്കും. പിന്നെ മുസല്ല ഒന്ന് നേരെയാക്കി അവരുടെ വസ്വാസം അനുസരിച്ച് ഇച്ചിരി വടക്കോട്ടൊക്കെ വെച്ച് ഒരു ഇത്തിരി അങ്ങോട്ടൊക്കെ തിരിച്ചു വെച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് തിരിച്ചു വെച്ചൊക്കെ ഒന്ന് വെക്കുമ്പോൾ തന്നെ 1 മിനിറ്റ് പിന്നെയും പോയി. പിന്നെ ഈ 2 മിനിറ്റിനകത്ത് ഇവള് 4 റക്അത്ത് എങ്ങനെ നിസ്കരിക്കും? ഈ നിസ്കാരം കൊണ്ട് എന്താ ടേസ്റ്റ്? എന്ത് പുണ്യം! ഇങ്ങനെ നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവ്വൽ വഖത്തിൽ നിസ്കരിച്ചാൽ അവ്വൽ വഖത്തിൽ സ്വർഗ്ഗത്തേക്ക് കയറാം. ക്യൂ നിൽക്കണ്ട. ആദ്യമായിട്ട് കടയിൽ പോയാൽ ആദ്യ സാധനം വാങ്ങിച്ചിട്ട് വന്നൂടെ? മാവേലി സ്റ്റോറിലൊക്കെ പോകുമ്പോൾ ആദ്യമായിട്ട് പോയാൽ, ഫസ്റ്റിൽ പോയാൽ പെട്ടെന്ന് സാധനം മേടിച്ചിട്ട് വരാമല്ലോ. താമസിച്ചു പോയാൽ ക്യൂ നിൽക്കണം. അവ്വൽ വഖത്തിൽ നിസ്കരിച്ചാൽ ക്യൂ നിൽക്കാതെ നേരെ സ്വർഗത്തിലേക്ക് കയറി പോകാം. താമസിക്കേണ്ട കാര്യമില്ല. സഹോദരിമാരെ, വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരം ഇങ്ങനെയൊക്കെ തന്നെയാണ്.
ഇങ്ങനെ ഇതൊക്കെ ലൈറ്റും ഇതും വെച്ച് ക്ലോക്കും വെച്ചിട്ട് സമയം നോക്കിയുള്ള നിസ്കാരം. നേരത്തെ നിസ്കരിക്കും, മതി, അത് കഴിഞ്ഞിട്ട് മതി ചാപ്പാടൊക്കെ. അതുപോലെ ഭർത്താക്കന്മാർ ക്ഷമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കൊടുക്കുന്ന ശൈലിയാണ് ഇതൊന്ന് പഠിക്കാൻ വേണ്ടി പറയുക. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തിനുള്ള സമയമായത്. ഒരു വിഭാഗം ഒരു വിഹിതം മാറ്റിവെക്കും ഇബാദത്തിന് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാഗം ഇതാണ്, ജുസ്അൻ ലില്ലാ, അല്ലാഹുവിന് വേണ്ടി. രണ്ടാമത്തെ ഭാഗമോ വജുസ്അൻ ലിഅഹ്ലി, കുടുംബത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ഓഹരി ചെയ്തു വെക്കും അത്രേ. വീട്ടിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ കുടുംബിനിയെ സഹായിച്ച ചരിത്ര പാരമ്പര്യമാണുള്ളത്. അതും ഇബാദത്താണ്, അതും ആരാധനയാണ്. ഭാര്യമാരെ സഹായിക്കുക, ഭാര്യമാരോടൊപ്പം അടുക്കള പണിയെടുക്കുക, ഭാര്യമാർക്ക് പാത്രം കഴുകി കൊടുക്കുക, ഭാര്യമാർക്ക് അരി അരച്ചു കൊടുക്കുക, ഭാര്യമാര് പറയുന്ന പണി നമ്മളും കൂടെ സഹകരിക്കുക, സഹായിക്കുക, അതും ഇബാദത്താണ് സഹോദര. ബഹുമാനപ്പെട്ട ആയിഷ ബീവിയോട് ചോദിച്ചു അത്രേ, എന്തായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലെ പണി എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ ആയിഷ ബീവി പറയുകയാണ്, കാന ഫീ മിഹ്നതി അഹ്ലിഹി, അടുക്കള പണി എടുക്കുമായിരുന്നു നബിയുനാ റസൂലുള്ളാഹി. അടുക്കള പണി എടുക്കുമായിരുന്നു. അടുക്കളയിലെ പണി നമ്മൾ ചെയ്യുവോ? എന്തൊക്കെ പണിയാണ്? അല്ലാഹുവിന്റെ റസൂല് ആടിനെ കറക്കുമായിരുന്നു, ആടിനെ കറക്കുമായിരുന്നു, പാല് കറക്കുമായിരുന്നു. വയാഖിലു നാളിഹു വയാഖിലുൽ ബഈറ വയഅലിഫു നാളിഹു. അല്ലാഹുവിന്റെ റസൂല് ഒട്ടകത്തെ അഴിച്ചു കെട്ടുമായിരുന്നു, ഒട്ടകത്തെ കുളിപ്പിക്കുമായിരുന്നു, ഒട്ടകത്തിന് പുല്ല് പറിച്ചു കൊടുക്കുമായിരുന്നു. കാലികളോട് സൗഹാർദ്ദം പുലർത്തിയ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ നമ്മൾ തൊഴുത്തിൽ പോയി പണിയെടുക്കണം, ചാണകമൊക്കെ വാരി പശുവിനെയൊക്കെ ഒന്ന് കുളിപ്പിക്കണം. അതും പെണ്ണിന്റെ തലമണ്ടയിലോട്ട് എടുത്ത് വെക്കരുത്. ഉള്ള ജോലി മൊത്തം പെണ്ണുങ്ങളുടെ മണ്ടയിലോട്ടാണ്. അടുക്കള പണി മാത്രമല്ല, വീട്ടിലെ തൊഴുത്തിലെ പണി പോലും പെണ്ണ് ഏറ്റെടുക്കണം. അതുകൊണ്ട് ഇപ്പൊ പെണ്ണിന്റെ അടുക്കലേക്ക് വരുമ്പോ ചാണാന്റെ നാറ്റമാണ്. പിന്നെ നമുക്ക് പിടിക്കുവോ? തിരിയൊക്കെ വാരി തേച്ചോണ്ട് ഭർത്താവിന്റെ അടുക്കലേക്ക് പോകണം, എന്നാലേ ആ ജോലി തന്നെ ഒഴിവാക്കുള്ളൂ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാതൃക. എന്താണ്? ഒട്ടകത്തെ നബി തങ്ങൾ അഴിച്ചു കെട്ടി പുല്ല് പറിച്ചു കൊടുത്തു, അതിനെ കുളിപ്പിച്ചു, വൃത്തിയാക്കി. നമ്മളും കൂടെ ചെയ്യും പണി. വസ്ത്രത്തിൽ പേനുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് സ്വന്തം കൈകൊണ്ട് എടുത്തു മാറ്റുമത്രേ. ഭാര്യയുടെ കൂട്ടത്തിൽ കിടക്കുമ്പോ സ്വാഭാവികമായിട്ട് ഇത്തിരി പേനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉണ്ടാകാം. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ തുരിശടിക്കാൻ പറ്റുമോ പെണ്ണിന്റെ തലയിൽ? അല്ലെങ്കിൽ എൻഡോസൾഫാൻ അടിക്കാൻ പറ്റുമോ പെണ്ണിന്റെ തലയിൽ പോയിട്ട്? ഇപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഒരു പേനൊക്കെ നമ്മുടെ തലയിലോട്ടോ ശരീരം സുബൈക്ക് കൈകെട്ടിക്കൊണ്ട് നിൽക്കുമ്പോ ഒരെണ്ണം ഇഴഞ്ഞു വരുമ്പോ എന്ത് ചെയ്യണം? അതൊക്കെ എടുത്താൽ കളഞ്ഞാൽ മതി, പ്രശ്നം തരുന്നു. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ മുബാറക്കായ സ്വന്തം കൈകൊണ്ട് എടുത്തു മാറ്റുമത്രേ. ഇത് ഞങ്ങളുടെ ശൈലി. അല്ലാഹുവിന്റെ റസൂല് സ്വന്തമായി തങ്ങളുടെ വസ്ത്രം കഴുകി ധരിക്കുമത്രേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം വസ്ത്രം നബി തങ്ങൾ കഴുകും. ഇന്ന് നമ്മള് വർമൂട് അടക്കം പെണ്ണുങ്ങളുടെ മുന്നിലേക്ക് വലിച്ചെറിയും. ചില പെണ്ണുങ്ങൾക്ക് അത് ഇഷ്ടമല്ല ഇക്കാമാര് കഴുകുന്നത്. ഞങ്ങൾ കഴുകിത്തരെന്ന് പറയും. സ്നേഹം കൊണ്ടാണോ ഇനി അടി കൊള്ളാതിരിക്കാനാണോ എന്നറിയില്ല. ചില സഹോദരിമാർ അങ്ങനെയാണ് പറയുന്നത്. എന്താ ഇക്ക കഴിവുണ്ടോ ഞാൻ കഴുകിക്കോളാന്ന് പറയും. കാരണം എന്താ, ആ കഴിവുന്ന സമയം കൊണ്ട് ഇവിടെ നിൽക്കാതെ ഇവിടെ നിന്ന് പോയി തന്നാലേ എനിക്ക് ഇത്തിരി സമാധാനം കിട്ടും. അതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ പറയുന്നത്. എന്തോ ആകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി എന്താ? വസ്ത്രം നബി തങ്ങൾ സ്വന്തമായി കഴുകുമായിരുന്നു. കീറിപ്പോയ വസ്ത്രം അല്ലാഹുവിന്റെ റസൂല് തുന്നിച്ചേർത്ത് തയ്ക്കുമായിരുന്നു. നബി തങ്ങൾ സ്വന്തമായി തുന്നുക. അതും നോക്കണം എന്ത് പണിയാ. ഈ പണിയൊക്കെ നമ്മളും കൂടെ എടുക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലേ? സ്ത്രീകൾക്ക് എന്ത് സന്തോഷമായിരിക്കും. ബഹുമാനമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കീറിപ്പോയ വസ്ത്രം തുന്നിച്ചേർക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിപ്പോയ ചെരുപ്പിനെ തുന്നിച്ച് തയ്ച്ചു ധരിക്കുമായിരുന്നു. ചെരുപ്പ് തുന്നികൾക്ക് മാതൃക, പാല് കറക്കുന്ന പാണ്ടിക്കാർക്ക് മാതൃക.
അല്ലേ? ഇന്ന് പാണ്ടിക്കാരല്ലേ മൊത്തം വരുന്നത്. അതുകൊണ്ടാണ് പാല് കറക്കുന്നവർക്ക് മാതൃക, ചെരുപ്പ് തുന്നുന്നവർക്ക് ചെരുപ്പ് കുത്തികൾക്ക് മാതൃക, പശുവിനെ കുളിപ്പിക്കുന്നവർക്ക് മാതൃക, അടുക്കളപ്പണി ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് മാതൃക. നബിയുടെ സ്വന്തം കാര്യം സ്വന്തമായി തന്നെ ചെയ്യുമായിരുന്നു. അള്ളാന്റെ റസൂല് അടിമകളോടൊപ്പം ഇരുന്ന് അരി അരച്ചു കൊടുക്കുമായിരുന്നു. അടിമകളോടൊപ്പം ഇരുന്ന് നബിതങ്ങൾ ഭക്ഷിക്കുമായിരുന്നു. ഇതൊക്കെ വീട്ടിൽ വരുമ്പോഴുള്ള ഇബാദത്തിന്റെ പണിയാണ്. അടിമകളോടൊപ്പം സഹായിക്കുക, അടിമകളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുക, കുഷ്ഠരോഗികളോടൊപ്പം ഒരേ പാത്രത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയാണ്. നമ്മുടെ പാടത്ത് പണിയെടുക്കാൻ വരുന്ന തൊഴിലാളികൾക്ക് ഇല വെട്ടിക്കൊണ്ടുവരാൻ പറയും. ഇല വെട്ടിക്കൊണ്ടുവന്നിട്ട് വീട്ടിന്റെ സിറ്റ് ഔട്ടിന്റെ ഒരു മൂലയിൽ പോയി ഇരിക്കാൻ പറയും. എന്നിട്ട് പഴയ പാത്രത്തിൽ തവി കൊണ്ടുവന്ന് താത്താമാർ ആ ഇലക്കകത്തോട് ഇട്ട് കൊടുക്കും. അവളുടെ പാത്രത്തിലെ വീട്ടിലെ പാത്രങ്ങളിലൊന്നും വേലക്കാർക്ക് ഭക്ഷണം കൊടുക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി എന്താ? അടിമകളോടൊപ്പം, തൊഴിലാളികളോടൊപ്പം, ഭൃത്യന്മാരോടൊപ്പം, പാടത്ത് പണിയെടുക്കുന്നവരോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ശൈലിയാണ്. കുടുംബ വീട്ടിലത്തെ പണിയാണ്, കുടുംബ വീട്ടിലത്തെ ജോലിയാണിത്. വീട് അടിച്ചു തൂത്തുവാരി വൃത്തിയാക്കിയിരുന്നു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട് തൂത്തുവാരുക എന്ന് നമുക്ക് ചൂലെടുക്കുമ്പോ ചിലപ്പോ ഒരു പക്ഷേ നാണക്കേടാണ്. ചൂലെടുത്തിപ്പോ ഇങ്ങനെ തൂക്കുമ്പോ അയൽവക്കത്തുള്ളവള് സൂറ കളിയാക്കും. അയ്യോ ആമിനാന്റെ കെട്ടിയോ നോക്ക്, അവക്കൊന്നും നോക്ക് ചങ്കൂറ്റവില്ല, ആ കെട്ടിയോന് നട്ടലില്ലാത്ത കെട്ടിയോന്, അവളെ അടിമപ്പണി ചെയ്തിട്ട് കിടക്കുന്നല്ലോ എന്നൊക്കെ കളിയാക്കും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നബിതങ്ങളുടെ ശൈലിയാണ്. നബിതങ്ങൾ ചൂലെടുത്ത് തൂത്തിരുന്നു, വീട് അടിച്ചു തൂത്തുവാരി വൃത്തിയാക്കി. ഇതെന്റെ ഹബീബായ തങ്ങളുടെ ശൈലിയാണ്. ഇതിലൂടെ എനിക്ക് നബിയുടെ പൊരുത്തമാണ് എനിക്ക് വലുത്, അവിടുത്തെ ശഫാഅത്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഭാര്യയെ സഹായിക്കുന്നതിലൂടെയും എനിക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പൊരുത്തം ലഭിക്കും. ഇതൊരു ഇബാദത്താണ്. അപ്പൊ തൂക്കാൻ ഇച്ചിരി ചൂലെടുക്കൽ ബുദ്ധിമുട്ടാണെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാർ, കോർപ്പറേഷൻകാർ റോഡ് തൂക്കുന്ന ഒരു സുന്ദരിപ്പുണ്ടല്ലോ, വലിയ നീളമുള്ള കമ്പിയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വലിയൊരു കളീവ് ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചൂലൊക്കെ വെച്ച് അതങ്ങനെ തൂത്തുകൊണ്ട് നടക്കുക. ആ സുന്ദരി പൊറണം വാങ്ങിയാല് ഇപ്പൊ ഞാൻ വീട്ടിലൊക്കെ വെച്ചേക്കുന്ന അതാണ് സംഭവം. അപ്പൊ ഇതെടുത്ത് വെച്ച് ഇങ്ങനെ തൂക്കുമ്പോ പെണ്ണുങ്ങളൊക്കെ ആരോഗ്യം നന്നാക്കാൻ വേണ്ടി എങ്ങനെ പറയുള്ളൂ. മറ്റേത് ചൂലെടുത്ത് തൂക്കുമ്പോൾ നാണക്കേട. ഇതാകുമ്പോ എടുത്ത് ഇങ്ങനെ തൂത്ത് കൊണ്ടിരുന്നാല് നമുക്കൊരു റാഹത്ത്, നാട്ടുകാരും ഒന്നും പറയൂല. അത് കൊള്ളാം ഐഡിയ. അപ്പൊ നാളെ മുതൽ ഓരോരുത്തരും നിയത്ത് ചെയ്തോണം കേട്ടോ. കാരണം ഇതുമായിട്ട് നമുക്ക് സ്വർഗത്തിൽ പോകാമല്ലോ, സമരം ചെയ്യാം പെണ്ണുങ്ങളോട്. പടച്ചു പറഞ്ഞാൽ അവളെ സഹായിച്ചതാ പടച്ച, ആ സ്റ്റൂലാണിത്, അല്ലാഹു ഇതിന്റെ വർക്കത്തോട്ട് ഞങ്ങളെ സ്വർഗത്തിൽ കയറ്റണേ. ഒരു സഹായമില്ലേ? അല്ല, ഈ പെണ്ണുങ്ങൾക്ക് പിന്നെ ഭയങ്കര ജോലിയാണ് ഈ അടുക്കള പണി. ഒന്നുമില്ലെങ്കിൽ തന്നെ ചുമ്മായിട്ട് വിരകി കിടക്കും. ആവശ്യമില്ലാത്ത പണി മൊത്തവും ചെയ്തുകൊണ്ട് കിടക്കും. നമ്മളൊക്കെ ഗൾഫിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഗൾഫിൽ ആകപ്പാട് 8 മണിക്കൂർ 12 മണിക്കൂർ ജോലിയാ. 12 മണിക്കൂർ ജോലിയിൽ ചിലപ്പോൾ 2-2.5-3 മണിക്കൂർ സമയം കിട്ടിയെന്ന് പറയാം റെസ്റ്റ്. ആ സമയത്ത് ഓടി വന്നിട്ട് അരിയടുപ്പത്തിട്ട് കറി വെച്ച് അതിനിടയ്ക്ക് വസ്ത്രമൊക്കെ നമ്മൾ നേരത്തെ മുക്കി വെച്ചിരിക്കും ബാത്റൂമിൽ, അതെല്ലാം എടുത്ത് കഴുകി അതൊക്കെ ഉടക്കാനിട്ട് അപ്പോഴത്തേക്കൊക്കെ വരുമ്പോൾ അഴിയൊക്കെ റെഡിയായി വന്ന് ക്ലിയറായി എല്ലാം ഇരുന്ന് കഴിച്ച് ഒരു 1.5 മണിക്കൂർ സമയം ഉറങ്ങാനും സമയം കിട്ടും. പാത്രം എല്ലാം കഴുകി വെച്ച് ഉറങ്ങി റാഹത്തായി വൈകിട്ടത്തേക്കുള്ള ഭക്ഷണം വെച്ചിട്ടാണ് നമ്മൾ പോണത്. നമ്മൾക്കാർക്കാ 1-2 പേർക്കാന്നോ ഒരു റൂമിൽ 7-8-9 പേര് കാണും. പിന്നെ ഓരോരുത്തരെ ഷിഫ്റ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അവരൊക്കെ തിന്നാൻ വേണ്ടിയുള്ള ഭക്ഷണം ഒരു 10 പേർക്കെങ്കിലും ഉണ്ടാക്കി വെക്കുന്ന സമയം 1/2 മണിക്കൂർ 3/4 മണിക്കൂർ. നമ്മൾ എങ്ങനെ പോയാലും 2-3 കറി അവിടെയും കാണും. അൽഹംദുലില്ലാ. ഇവിടെ ഒരു എക്സ്പയർ ആയ കിളവനും ഒരു എക്സ്പയർ ആയ കിളവിക്കും ഒരു കെട്ടിയോനും 2 മക്കൾക്കും വേണ്ടി നേരം വെളുത്ത് രാവിലെ 5 മണിക്ക് ഡ്യൂട്ടി കയറിയ രാത്രി 10:45 അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. കെട്ടിയോൻ ഇങ്ങനെ റൂമിൽ പോയി ഇങ്ങനെ കിബിലേക്ക് നേരെ പ്രതീക്ഷിച്ചിരിക്കണം, പൊണ്ടാട്ടി എപ്പോ വരും. ഏത്തിക്കാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ ഇരുത്ത ഇവളിങ്ങനെ കഴുകിയിരിക്കുന്ന അല്ലാതെ വല്ല പുണ്യമുണ്ടോ? പിന്നെ ഇയാള് മൂപ്പില മാറി ഉറങ്ങുന്ന സമയത്ത് റാഹത്തായിട്ട് മിണ്ടാതെ മാറി കിടക്കും. ഇതൊന്നും അല്ല ശൈലി. ചുമ്മാ ആവശ്യമില്ലാത്ത ജോലി ചെയ്യാതെ ആവശ്യമുള്ള ജോലി ചെയ്യണം. അപ്പൊ നിങ്ങളും കൂടെ ഒന്ന് സഹകരിച്ചു കൊടുക്കണം. അത് നല്ലതായിരിക്കും, എളുപ്പം കിട്ടും. രാവിലെ 2 കുട്ടികളെ സ്കൂളിൽ വിടുന്ന പാട് പടച്ചവനെ ഒരു 3 തച്ചിന്റെ പണിയെടുക്കണം.
ഒരു 3 വെച്ച് പണിയെടുത്താലേ 2 കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുള്ളൂ. കക്കൂസി കൊണ്ടുപോയി ഇരുത്തുന്ന മാത്രമല്ല, അകത്തുനിന്ന് സാധനം വരുന്നവരെ അവിടെ പ്രതീക്ഷിക്കണം. അതിങ്ങനെ ഉറക്കപ്പിച്ചിന്ന് അടുത്ത് കൊണ്ടുപോയി ബാത്റൂമിലോട്ട് കൊണ്ടുവെക്കുന്നത്. കൊണ്ടുപോയി അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലില്ല, ഉണക്കക്കോഴി വീണ പോലെ പെട്ടെന്ന് അങ്ങ് വിടാൻ പറ്റില്ല. അങ്ങനെ പിടിച്ചോണ്ടിരിക്കണം. പിന്നെ ഇതിനെ പിടിച്ച് പല്ല് തേപ്പിച്ച് പുസ്തകമൊക്കെ എടുത്ത് വെച്ച് അതിന്റെ യൂണിഫോം എടുത്ത് വെച്ച് അടുക്കളയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഡിന്നർ ഉണ്ടാക്കി എല്ലാം വരുമ്പോഴത്തേക്ക് മൂപ്പിലാന്റെ ബട്ടക്കിൽ ഇങ്ങനെ വെയിലടിച്ചു കയറും. മൂപ്പിലാൻ കിടന്ന് ഉറങ്ങുക. ഇയാളും കൂടെ രാവിലെ എഴുന്നേറ്റ് വന്ന് സഹായിച്ചാൽ എന്ത് എളുപ്പമായിരിക്കും. കുട്ടികളെയൊക്കെ സ്കൂളിലേക്കായി വിട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 2 പേർക്കും സ്വസ്ഥമായിട്ട് റെസ്റ്റ് എടുത്തുകൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അൽ ഹയാഉ തതകാഫഉ വതതആവനു. കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഒരു സഹകരണമാണ്, ഒരു രസമാണ്. പരസ്പരം സഹകരിക്കും. ഇതൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴേ ഭാര്യമാർക്ക് നമ്മളോട് മഹബത്ത്, സ്നേഹം ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ട് സ്നേഹം. നമ്മളോട് വലിയ സ്നേഹമാണ്. ചിലപ്പോൾ നമ്മൾ അടികൊള്ളാതിരിക്കാനും ഇവിടെ വായിരിക്കുന്ന കേൾക്കാതിരിക്കാനൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. എന്തുവായാലും ഇവരുടെ മനസ്സിലത്തെ കരുതൽ എന്താണ്? ഇക്കാക്ക് ഇത്രേ സ്നേഹമുണ്ടോ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഭാര്യമാർക്ക് അവരിഷ്ടപ്പെടുന്നതൊക്കെ നമ്മളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായ നമ്മളോട് സ്നേഹം ഉണ്ടാകും. ഇന്ന് അതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഹോം സിക്ക് പ്രശ്നങ്ങൾ. ഇന്ന് ഓരോ കുടുംബത്തിലൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ. ഭാര്യമാരുടെ അവസ്ഥകൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബിതങ്ങളും പഠിപ്പിച്ച വഴികളെ നമ്മൾ തെറ്റിച്ചത് കൊണ്ടാണ് ഇന്ന് കുടുംബത്തിൽ കലഹങ്ങളും പ്രശ്നങ്ങളും ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയും വഴക്കും ഒക്കെ. നബിതങ്ങൾ പഠിപ്പിച്ചെന്ന മാതൃകയാണ് ഞാൻ ഈ പറയുന്നത്. അത് നമ്മളൊന്ന് സ്വീകരിക്കാൻ തയ്യാറാവുക. അടുക്കളപ്പണി ചെയ്ത് കിടക്കുന്ന പെണ്ണിനെ വല്ലപ്പോഴെങ്കിലും ഒന്നൊരു കാറിനകത്ത് കയറ്റി ഭർത്താവിന് സാന്നിധ്യത്തിൽ കൊണ്ടുപോയി എവിടെയെങ്കിലുമൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയൊക്കെ ഒന്ന് കാണിച്ച് അവളുടെ മനസ്സിന് ഇത്തിരി സന്തോഷം പകർന്നു കൊടുത്ത് അടുക്കളയിൽ അവർക്ക് ജോലിക്ക് ഒന്ന് പറഞ്ഞയച്ചാൽ പിറ്റേ ദിവസത്തെ ചമ്മന്തി സൂപ്പർ ചമ്മന്തി ആയിരിക്കും. കാരണം എല്ലാം കറങ്ങാൻ കൊണ്ടുപോയി നിൽക്കുക. ഭയങ്കര സന്തോഷമായി. പടച്ചവനെ, എന്നെ കെട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് 27 വർഷമായി. ആദ്യമായിട്ടാണ് ഞാൻ കോവളം ബീച്ച് ഒന്ന് കാണുന്നത് എന്ന് പറയൂല. ആദ്യമായിട്ടാണ് ഞാൻ ശംഖുമുഖം ഒന്ന് കാണുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു മാനസികമായ സന്തോഷം. ഇതൊക്കെ ചെയ്യൽ അനുവദനീയമാണ്. ഭർത്താവിന്റെ സാന്നിധ്യത്തിലാണ്. അതോടെ മനസ്സിലാക്കണം. അല്ലാതെ അയൽവക്കത്തെ സുബൈർ പോകുമ്പോ അളിയ അതാണ്ട് എന്റെ പെണ്ണും പിള്ളേം കൂടെ ഒന്ന് കൊണ്ടുപോരാ, എല്ലാം ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് ഞാൻ വന്നേരെ. അപ്പൊ ഈ സിയാറത്തിനൊക്കെ പോകുമ്പോ സിയാറത്ത് ടൂറേ എല്ലാവരും ഒരു നേർച്ചോ, എന്റെ പെണ്ണുമ്പിള്ള ഏർവാടിയിലേക്ക് 2 പായും കൊടുത്ത് വിട്ടേക്കാന്ന് ഞാൻ നേർച്ച ചേർന്നിട്ടുണ്ട്. സുബൈദ ആ പായ എടുക്കാൻ മറക്കല്ലേ. അതാണ്ട് അവിടെ സുലൈമാന്റെ കൂടെ നീ ഇരുന്നു, അവിടെ ഇരുന്നു. അപ്പൊ പെണ്ണ സഭ ഇവിടെ എവിടെങ്ങും പോയിരിക്കല്ലേ, ഇവിടെ അവന്മാർ തോണ്ടിക്കളയും, ഇപ്പൊ ഇവിടെ വന്നിരുന്നു. അപ്പൊ ഇവിടെ വന്ന് സൈഡിൽ ഇരുന്നുകൊണ്ടുള്ള പോക്കാണ്. അന്യ പുരുഷന്മാരുള്ള ഇത് ഏത് ഇസ്സമാണ്, ഏത് ഇസ്ലാമാണ് പറഞ്ഞു പിടിക്കാണ്. ഞാൻ വാള് കഴിഞ്ഞിട്ടൊക്കെ പോകുമ്പോ ഞാൻ പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. ആ കൊല്ല ഏരിയയിലൊക്കെ ഇതിന്റെ ഹോൾസെയിൽ വ്യാപാരികളാണ്. അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. രാത്രി 12 മണിക്ക് ഇങ്ങനെ നിൽക്കുന്നു കാക്കാമാര് വന്നിട്ട്. എന്തിനാണെന്നറിയോ? നമ്മളപ്പം വണ്ടി അങ്ങോട്ട് മാറ്റി നിർത്തി നോക്കും. സിയാറത്തിന്റെ ബോർഡൊക്കെ എഴുതിയിട്ട് ടൂർ ബസ് വന്ന് നിൽക്കുന്നു. പെണ്ണ് ഒറ്റയ്ക്ക് ഇറങ്ങി വരുന്നു. ഈ പെണ്ണിനെ ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. നേരിട്ട് കണ്ട കാഴ്ചയാണ്. ഈ കണ്ണുകൊണ്ട് കണ്ടതല്ല, ആരും പറഞ്ഞതും കേട്ടതൊന്നുമല്ല. എന്ത് ന്യായം ഇത്? എന്റെ സഹോദരിമാരെ, ഹറാമായ യാത്ര, ഭർത്താവിന്റെ അനുവാദമില്ലാതെ യാത്ര അള്ളാഹുവും റസൂലും അനുവദിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ അനുവാദത്തോടുകൂടി തന്നെ ഔറത്തുകൾ പൂർണ്ണമായി മറച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി വൈഭവങ്ങൾ കണ്ട് ആസ്വദിച്ച് പടച്ചവനെ സ്തുതിക്കുന്നതിന് വേണ്ടി നിനക്കൊരു വിനോദയാത്ര, അത് ഹറാമല്ല, നിഷിദ്ധമല്ല, അത് അനുവദനീയമാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ലഖദ് റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ബാബി ഹുജ്റതി, എന്റെ വീടിന്റെ വാതിൽക്കൽ അല്ലാഹുവിന്റെ റസൂൽ നിൽക്കുന്നത് ഞാൻ കാണുകയാണ്. വൽ ഹബശതു യൽഅബൂന ഫിൽ മസ്ജിദ്, മദീന പള്ളിയുടെ മുറ്റത്തിൽ അബസീനിയക്കാർ കളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്റെ വീടിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. എന്തിനാണ്? എനിക്ക് ആ കളി കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ മനസ്സിന്റെ ആഗ്രഹം മണത്തെറിഞ്ഞതുപോലെ എനിക്ക് മറയായി അല്ലാഹുവിന്റെ റസൂൽ വന്ന് നിൽക്കുമ്പോ നബി തങ്ങളുടെ മുബാറക്കായ വസ്ത്രം കൊണ്ട്, ആ തുണി കൊണ്ട് എന്നെ അങ്ങ് മറയ്ക്കുകയാണ്. എന്റെ കണ്ണ് മാത്രം വെളിവാകുന്ന തരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ മറയ്ക്കുകയാണ്. ഹത്താ യഖൂല
അവരുടെ കളി കാണുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് എനിക്ക് വേണ്ടി നിന്ന് നൽകി തരികയാണ്. ബൈന ഉദ്നിഹി വആതിഖിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിച്ചോണയുടെയും ചുമലിന്റെയും ഇടയിലൂടെ ഞാൻ ആ കളി കണ്ടുകൊണ്ടേയിരുന്നു. എതുവരെ എന്ന് വെച്ചാൽ ഞാൻ ആ കളിയിൽ നിന്ന് പിന്തിരിയുന്ന സമയം വരെ നബി തങ്ങൾ എനിക്ക് വേണ്ടി നിന്നു തന്നു അത്രേ. ഞാൻ ആ കളി കണ്ടുകൊണ്ടിരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ തന്നെ നിന്നു. എന്നാ അവള് കണ്ടോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ എന്താ ചെയ്തത്, നബിതങ്ങളുടെ ആ ചുമലിൽ എന്റെ താടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരുന്നു. ഒരു രസമല്ലേ? എപ്പോഴാണോ എന്റെ കളി കണ്ട് ഞാൻ പിന്തിരിഞ്ഞു പോയത് അതുവരേക്കും നബിതങ്ങൾ അങ്ങനെ തന്നെ നിന്നു. എന്നെ വിഷമിപ്പിച്ചില്ല, ബുദ്ധിമുട്ടിച്ചില്ല. നമ്മളെങ്ങാണ് ഇപ്പൊ പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് എവിടെങ്കിലും കാണാൻ പോയാ പെണ്ണ മതി മതി വാ വാ കേറ് കേറ്, അല്ല പാണ്ടിക്കാളെ അടിക്കുന്ന പോലെ പെട്ടെന്ന് മതി മതി സമയമായി തീർന്ന് കേറ് കേറ് കേറ്, അല്ലേ? കടയിൽ തുണിയെടുക്കാൻ പോയാ മതി 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 പെട്ടെന്ന് പെട്ടെന്ന് കേറ് കേറ് കേറ്. കാരണം ഇച്ചിരി വേളം വെച്ചില്ലെങ്കിൽ യുവത്തുങ്ങൾ ആ കട മുഴുവനും ഹോൾസെയിൽ അടിഞ്ഞ് വാങ്ങിച്ചു കളയും. അങ്ങനെയുണ്ട് സംഭവം. ഈ മഗ്രിബ് ഖളാവൊക്കെ ആക്കിക്കൊണ്ടായി കടൽ തീരത്ത് പോയിരിക്കുന്നത്. അതാ പെട്ടെന്ന് വാവാന്നൊക്കെ നമ്മൾ വിളിക്കുന്ന എന്തിനാ? ഈ ഖളാവുന്നതിന് മുമ്പ് പെട്ടെന്ന് നിസ്കരിക്കാനാ. പക്ഷെ അതൊന്നും ഇവർ ചിന്തിക്കാറില്ല. അങ്ങനെ അങ്ങ് നിന്നാ മതി. എന്ത് നല്ല കാറ്റൊക്കെ, നല്ല രസം, തെണ്ടൽ കാറ്റേ, ഇളം കാറ്റേ എന്നൊക്കെ പറഞ്ഞ് രണ്ട് കവിതയൊക്കെ പാടി അവിടെ ഇങ്ങനെ നിൽക്കും. പക്ഷെ മഗ്രിബ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചോർന്നൊലിച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും ആരും അറിയുന്നില്ല. ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയുകയാണ്, ഫഖദിറു ഖദറൽ ജാരിയതി അസ്സിന്നി അൽ ഹരീസതി അലൽ ലഹവി, കളിയിലും വിനോദത്തിലും താല്പര്യമുള്ള ചെറുപ്പക്കാരി പെണ്ണുങ്ങളുടെ മനസ്ഥിതി നിങ്ങൾ പരിഗണിക്കണേ എന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ, അവരുടെ അവസ്ഥ കൂടെ നിങ്ങൾ പരിഗണിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് നിങ്ങളുടെ സാന്നിധ്യത്തിൽ അവരെ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി അൽഹംദുലില്ലാഹ് ഒന്ന് തണുപ്പിച്ചു കൊണ്ടുവന്നാൽ അവർക്ക് വലിയ സന്തോഷമാണ്. എപ്പോഴും കൊണ്ടുപോണ്ട, ഒരു 2-3 മാസമൊക്കെ കൂടുമ്പോൾ വല്ലപ്പോഴൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് കറങ്ങി അടിച്ചു വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷമായിരിക്കും. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതല്ലാതെ ഞാനിപ്പോ ഈ കറങ്ങാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ നാളെ നിങ്ങൾ ഭർത്താവും ഭാര്യ 2 ബറുകൂടായും മേടിച്ചുകൊണ്ട് വീഗാലാറ്റിപ്പാനല്ല ഞാൻ പറയുന്നത്. അത് പാശ്ചാത്യ സംസ്കാരമാണ്. ആ രീതിയല്ല ഞാൻ ഈ പറയുന്നത്. അള്ളാഹുവിന്റെ പ്രകൃതി രമണീയമായ സംഭവങ്ങൾ, പ്രകൃതിദത്തമായ സ്ഥലങ്ങൾ, എത്രയോ നല്ല രസകരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തും എല്ലാമുണ്ട്. അവിടെയൊക്കെ അൽഹംദുലില്ലാഹ് കൊണ്ടുപോയി ഇതൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് കാണിക്കുമ്പോൾ അവർക്കും മനസ്സിനൊരു സമാധാനമാണ്. നമ്മളോട് ഇത്തിരി മഹബത്തും കൂടും, അവർക്ക് ഇത്തിരി മഹബത്തും കൂടും. നമ്മളിവർക്ക് മഹബത്ത് കൊടുക്കാതിരിക്കുമ്പോഴാണ് ആരുടെയെങ്കിലും മൊബൈൽ ഫോൺ അടിച്ചു മാറ്റി ഒരു നമ്പർ മാറ്റിട്ട് അവരുമായിട്ട് കണക്ഷൻ ലൈൻ. നമ്മളുമായിട്ട് മഹബത്തില്ല, നമ്മൾ മഹബത്ത് കൊടുക്കാത്തതുകൊണ്ട് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക മറ്റുള്ളവരുമായിട്ട്. ഇക്ക ഗൾഫിൽ പോയിട്ട് ചോര നീരാക്കി കാശ് അയച്ചിഞ്ഞു തന്നാൽ മതി, ഞാൻ റീചാർജ് ചെയ്ത് അടുത്ത വീട്ടിലെ ദിനെ വിളിച്ചോളാം. ഇതാണ് ഇന്ന് സംഭവം നടക്കുന്നത്. ഭർത്താവ് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് വരുമ്പോ 2 വർഷം കഴിഞ്ഞ് വരുമ്പോ വന്ന ഉടനെ വെണ്ണമ്പുള്ള വണ്ടി ഇരുന്നോണ്ട് ചോദിക്കും ടാറ്റാസുമോടെ സൈഡ്, ഇക്ക ഇനി എന്നാ പോന്നെ? അത് 6 മാസം ഉണ്ട്. അയ്യോ 6 മാസം എന്തിനൊക്കെ നിൽക്കുന്ന, ഒരുപാട് പൈസ കടമില്ലയോ നമുക്ക്, സ്നേഹമുള്ള ഭാര്യ. 6 മാസം എന്തിനൊക്കെ നിൽക്കുന്ന, ഒരുപാട് കടമുണ്ട്, വീട് ലോണിന്റെ മോളിൽ ഇരിക്കല്ലേ, ബാങ്കിന്റെ മോളിൽ ഇരിക്കല്ലേ വീട്, ഇനി നിങ്ങൾ ഇവിടെ നിന്നാലോ? എന്തിനർത്ഥം? എങ്ങനെയെങ്കിലും ഇതിനെ പറഞ്ഞയച്ചാലല്ലേ മറ്റവനുമായിട്ട് ചൊല്ലാൻ പറ്റുള്ളൂ. അണ്ട് പറഞ്ഞു വിടാൻ എങ്ങനെയെങ്കിലും. എത്രയോ സഹോദരൻ ഭർത്താക്കന്മാർ ഈ വിനീതനടുത്ത് കരഞ്ഞു വന്ന് പറഞ്ഞിട്ട്, ഇക്ക ഉസ്താദെ 2 വർഷം കഷ്ടപ്പെട്ട് വന്ന് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടി ഓടി വന്നതാ. വന്നപ്പോഴേ ഇവളുമാർ പറയുക, എപ്പോഴാ പോണേ എപ്പോഴാ പോണേ. 2 കാര്യം ഗൾഫുകാരുടെ എല്ലാരും ചോദിക്കുക, എപ്പോഴാ വന്നേ? ഇന്നലെ രാത്രി. എപ്പോഴാ പോണേ? 6 മാസം കഴിഞ്ഞ്. അപ്പൊ എന്റെ വീട് ഇവിടെ ഒന്നും അല്ലേ സഹോദര, എന്നെ ഇവിടുന്ന് എന്തിനാ പറഞ്ഞു വിടുന്നത്? ഏത് ഗൾഫുകാരൻ വന്നാലുള്ള ചോദ്യം 2 ചോദ്യം, എപ്പോഴാ വന്നേ എപ്പോഴാ പോകുന്നത്. ഇവ എക്സിറ്റിലായിരിക്കും വരുന്നത്. തീർത്ത് ഇനി അങ്ങോട്ട് പോകാൻ പറ്റൂല, ഖുറൂജ് നിഹായി അടിച്ചു വന്നാലും ചോദിക്കുന്ന എപ്പോഴാ പോണേ. വെറുതെ എങ്കിലും ഇവൻ പറയും ഒരു 6 മാസത്തെ അവധിയുണ്ട്. 6 മാസം കഴിഞ്ഞ് ചോദിക്കും, അല്ല നീ പോണില്ലേ? ഇല്ല, ആ വിസ ക്യാൻസലായി, വേറൊരു വിസ വന്നിട്ടുണ്ട്, അതിനിപ്പം ആ ജോലി ശരിയല്ല, ശമ്പളമില്ല. അറബി തലക്കടിയും കൊടുത്ത് പറഞ്ഞു വിട്ടതാ, അത് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അന്യ പുരുഷനുമായുള്ള ബന്ധം സഹോദരിമാരെ ഒഴിവാക്കി. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യമല്ലേ കേൾക്കേണ്ടത്, ആ പറഞ്ഞുതരാം കേട്ടോ. 4 കൂട്ടം സ്ത്രീകളെ നരകത്തിലാ. അർബഅത്തും മിനൽ ലവാത്തി ഫിന്നാർ.
നാല് കൂട്ടം സ്ത്രീകൾ നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. ഇംറാത്തുൻ ബദിയത്തുൽ ലിസാൻ, മോശമായ നാവുള്ള പെണ്ണേ നീ നരകത്തിലാണ്. ഐ തവീലത്തുൽ ലിസാൻ, അല്ലാഹുവിന്റെ റസൂല് നിന്റെ നാവിനിട്ട പേരെന്തെന്നറിയുമോ? നാവ് നീളമുള്ള പെണ്ണ്. ചില പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പോകുമ്പോൾ പറയും, അല്ലോ ഉസ്താദെ അവത്തിന്റെ അടുത്തേക്കൊന്നും പോയേക്കല്ല, അവളുടെ നാവിന് 2.5 കിലോമീറ്റർ നീളമാണെന്ന്. നമ്മൾ മീറ്റർ എടുത്തുകൊണ്ട് അളക്കാൻ പോയ 2.5 കിലോമീറ്റർ നീളമല്ല, പക്ഷെ വരുന്ന വാക്കുകൾക്ക് കിലോമീറ്റർ കണക്കിന് നീളമുണ്ട്. അതാണ് അതിന്റെ അർത്ഥം, അല്ലേ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. 4 കൂട്ടം സ്ത്രീകളകത്തിലെ ഒരു കൂട്ടം ആരാണ്? ഇംറാത്തുൻ ബദിയത്തുൽ ലിസാൻ, മോശമായ നാവുള്ള പെണ്ണ്, അനാവശ്യം സംസാരിക്കുന്ന പെണ്ണ്, നമീമത്ത് പരത്തുന്ന പെണ്ണ്, ഏഷണി പറയുന്ന പെണ്ണ്, ദൂഷണം പറയുന്ന പെണ്ണ്, ഭർത്താവിനെ ചീത്ത വിളിക്കുന്ന പെണ്ണ്, അയൽവക്കക്കാരെ അസഭ്യം പറയുന്ന പെണ്ണ്. പെണ്ണേ നിന്റെ നാവ് സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നിന്റെ ഭർത്താവ് പുറത്തു പോയിട്ട് സമ്പാദിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ നിന്റെ നാവ് കൊണ്ട് ഭർത്താവിനെ വേദനിപ്പിച്ചാൽ പെണ്ണേ നീ നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, മനസ്സിലാക്കിക്കോ. കഷ്ടപ്പെട്ട് ഭർത്താവ് വരുമ്പോ ഭർത്താവിനെ വേദനിപ്പിക്കാൻ പാടില്ല. നല്ല ഭർത്താവ് പറയുന്നത് അങ്ങോട്ട് സ്വീകരിക്കണം. ചില പെണ്ണുങ്ങൾക്ക് ഭർത്താവ് അങ്ങോട്ട് പറയുന്നത് അംഗീകരിക്കാൻ പറ്റൂല. നാട്ടുകാർ പറയുന്നത് ചില പെണ്ണുങ്ങൾ സ്വീകരിക്കുള്ളൂ. ഭർത്താവ് പറയുന്നത് കേൾക്കണം. ഭർത്താവിനാണ് ഏറ്റവും കൂടുതൽ സ്ഥാനവും ഏറ്റവും കൂടുതൽ കടപ്പാടും ഏറ്റവും കൂടുതൽ മഹത്വവും. അതെന്താ ഈ പെണ്ണുങ്ങൾ മനസ്സിലാക്കാത്തത്? ഭർത്താവ് പറയുന്നത് കേൾക്കണം, അതാണ് ഉത്തരവാദിത്തം. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ സിദ്ദീഖ പറയുകയാണ്, യാ മഅ്ശറൻ നിസാ, ഏ സ്ത്രീ സമൂഹമേ, ലൗ തഅലമന ബിഹഖി അസ്വാജികുന്ന അലൈകുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള ഉത്തരവാദിത്തവും അവരോടുള്ള കടപ്പാടുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലജാലത്തിൽ മറഅതു മിൻകുന്ന, നിങ്ങളിൽപ്പെട്ട സ്ത്രീകളാകുമായിരുന്നു തംസഹുൽ ഗുബാറ അൻ ഖദമൈ സൗജിഹാ ബിഖദ്ദി വജിഹാ, തന്റെ ഭർത്താവിന്റെ കാലിന്റെ കീഴിലുള്ള പൊടിപടലങ്ങളുണ്ടല്ലോ, അഴുക്കുകളുണ്ടല്ലോ, അവളുടെ നാവ് കൊണ്ട് അവളുടെ കർണപുടം കൊണ്ട് ഒപ്പിയെടുക്കുമായിരുന്നു. ഏ സ്ത്രീരത്നങ്ങളെ, നിങ്ങളങ്ങനെ ഒപ്പിയെടുത്താൽ പോലും നിങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള കടമകൾ പൂർത്തിയാക്കിയവളാവുകയില്ല. മനസ്സിലായിക്കോ? അങ്ങനെ ചെയ്താൽ പോലും ഭർത്താവിന്റെ കാലിന്റെ അടിയിലുള്ള പൊടി നക്കിയെടുത്ത് കളഞ്ഞാൽ പോലും ഭർത്താവിനോടുള്ള കടപ്പാടുകൾ വീട്ടിയവളാവുകയില്ല. അപ്പോൾ ഭർത്താവിനാണ് സ്ഥാനം നീ നൽകേണ്ടത്. വീണ്ടും നബി തങ്ങൾ പറയുകയാണ്, നിസാഉകും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗസ്ത്രീകളായ സ്വർഗ്ഗസ്ത്രീകളെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവത്രേ, സ്വർഗ്ഗസ്ത്രീയായ പെണ്ണ് അൽ വദൂദ്, സ്നേഹമുള്ള പെണ്ണ് സ്വർഗ്ഗത്തിലാണ്. സ്നേഹമുള്ള പെണ്ണ് സ്വർഗ്ഗത്തിലാണ്. എങ്ങനെ സ്നേഹമുള്ള പെണ്ണ്? അല്ലത്തി ഇദാ ആദത്ത് ഔദീത്, വേദനിച്ചാലും വേദനിപ്പിക്കപ്പെട്ടാലും അവൾ വേദനിപ്പിക്കപ്പെട്ടാലും ഭർത്താവിനെ അവൾ അടിച്ചാലും ഭർത്താവ് അവളെ തിരിച്ചടിച്ചാലും സ്വർഗത്തിൽ പോണോ പെണ്ണേ? അപ്പത്തെ സൗജഹാ, തന്റെ ഭർത്താവിന്റെ അരികിലേക്ക് നീ കടന്നു വരണം. എന്നിട്ട് നീ ഫതലഅയദഹാ ഇലാ കഫിഹി, നിന്റെ കൈ അവന്റെ കൈയുമായി കൂട്ടിയിണക്കണം. ശേഷം ഫതഖൂലു, നീ പറയണം, ലാ അദൂഖു ഗംളൻ ഹത്താ തറലാ, എന്നോട് അങ്ങ് സംസാരിക്കുന്നത് വരെ, എന്നോടുള്ള വെറുപ്പ് വിട്ടുമാറ്റുന്നത് വരെ, എന്നോടുള്ള അറപ്പ് ഒഴിവാക്കുന്നത് വരെ, എന്നോടുള്ള വിദ്വേഷം ഒഴിവാക്കുന്നത് വരെ ഞാൻ സംസാരിക്കുകയില്ല, തിന്നുകയില്ല, കുടിക്കുകയില്ല, കുളിക്കുകയില്ല, എനിക്ക് സന്തോഷമേ ഇല്ല എന്ന് ഏതൊരു ഭർത്താവും ഭാര്യയും പിണങ്ങിക്കഴിയുമ്പോൾ, ഭാര്യമാരെ നിങ്ങളാണ് താണു കൊടുക്കേണ്ടത്, നിങ്ങളാണ് വിനയാന്വിതരാകേണ്ടത്. ഭർത്താവ് എന്നോട് വന്ന് മിണ്ടട്ടെ, ഭർത്താവ്
ഭർത്താവ് എന്നോട് വന്ന് പൊരുത്തം ചോദിക്കട്ടെ. ഭർത്താവാണല്ലോ എന്നെ അടിച്ചത്, അദ്ദേഹമാണല്ലോ എന്നെ തെറി പറഞ്ഞത്, അദ്ദേഹമാണല്ലോ എന്നെ ആട്ടിപ്പായിച്ചത്, അതുകൊണ്ട് അയാൾ എന്നോട് വന്ന് പൊരുത്തം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കണ്ട. നീയായിട്ട് സ്വർഗത്തിൽ പോകണമെന്ന് താല്പര്യമുണ്ടോ? ഭർത്താവ് പിണങ്ങി കഴിയുന്ന ഭർത്താവിന്റെ കുടുംബ വീട്ടിലേക്കോ ഭർത്താവിന്റെ വീട്ടിലേക്കോ നീ പോയിട്ട് നിന്റെ കൈ നിന്റെ ഭർത്താവിന്റെ കൈയുമായി കൂട്ടിയിണക്കിയിട്ട് ഫതഖൂല് പറയണം, ലാ അദൂഖു അബലൻ ഹത്താ തറവാ, അങ്ങ് എന്നെ തൃപ്തിപ്പെടുന്നത് വരെ ഞാൻ ഒന്നും തിന്നുകയില്ല, കുടിക്കുകയില്ല, കഴിക്കുകയില്ല, ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പെണ്ണേ നീ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ സ്നേഹിക്കണം. ഇന്നർ റജുല, ഒരു പുരുഷൻ, ഇദാ നളറ ഇലാ ഇംറാതിഹി, തന്റെ ഭാര്യയിലേക്ക് നോക്കിയാൽ, വനളറത ഇലൈഹി, അവളും തന്റെ ഭർത്താവിലേക്ക് സന്തോഷത്തിന്റെ നോട്ടം നോക്കിയാൽ, നളറല്ലാഹു ഇലൈഹിമാ നളറർ റഹ്മാ, ആ കുടുംബത്തിലേക്ക്, ആ ദമ്പതികളിലേക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? രണ്ടുപേരും നല്ല നോട്ടം നോക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തിന്റെ നോട്ടം. അല്ലാതെ ഇവളുടെ മുഖം കാണുമ്പോൾ കണ്ണടയ്ക്കാൻ നിൽക്കരുത്. നമ്മുടെ ഭാര്യയുടെ മുഖത്ത് നോക്കാൻ നമുക്ക് സമയമില്ല. അയൽവക്കക്കാരന്റെ ഭാര്യ വീട്ടിൽ, ഇയാളെപ്പോ നോക്കിയാലും വീട്ടിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഇടയ്ക്കിടയ്ക്ക് ഈ പെണ്ണുമ്പിള്ള കണ്ടുപിടിച്ചു നോക്കിയപ്പോ എന്താ, ഇപ്പുറത്ത് നിന്നുകൊണ്ട് അങ്ങോട്ട് ഫ്ലൈയിങ് കിസ് വിട്ടുകൊടുക്കുക. മോളിൽ കയറി നിന്നുകൊണ്ട്, അതാകുമ്പോ ആരും കാണുന്നില്ല. പെണ്ണുമ്പിള്ള താഴെ കിടന്ന പാത്രം കഴുകി അടുക്കളയിൽ, ഇയാൾ മോളിൽ കയറി നിന്നുകൊണ്ട് ഫ്ലൈയിങ് കിസ് അടിച്ചോണ്ടിരിക്കുന്നു. ഇത് തെറ്റല്ലേ? തന്റെ കണ്ണുകൊണ്ട് തന്റെ ഭാര്യയെ നോക്ക്, തന്റെ ഭാര്യയെ നോക്ക്, സന്തോഷിക്കുക. തന്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കുക, മറ്റൊരാളുടെ സൗന്ദര്യം ആസ്വദിക്കാതെ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, പിശാച് പുരുഷന്മാരുടെ 3 സ്ഥലത്താണ് ഇരിക്കുന്നത്, സ്ത്രീകളുടെയും 3 സ്ഥലത്താണ് പിശാച് ഇരിക്കുന്നത്. വശൈത്താനു മിനർ റജുലി അലാ തലാസത്തി മനാസില, പിശാജ് ശൈത്താൻ പുരുഷന്മാരുടെ 3 സ്ഥലത്ത്. അലാ ഐനൈഹി, അവന്റെ 2 കണ്ണിലും പിശാചിരിപ്പുണ്ട്. വഅലാ ഖൽബിഹി, അവന്റെ ഹൃദയത്തിലും പിശാചിരിപ്പുണ്ട്. വഅലാ ദക്കരിഹി, അവന്റെ ജനനേന്ദ്രിയത്തിലും പിശാചിരിപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ഒരു പെണ്ണിനെ കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിച്ച് ഹൃദയത്തിൽ ചിന്തിച്ച് ആ പെണ്ണുമായി ശാരീരിക ബന്ധം പുലർത്താൻ പിശാച് അവന് പ്രേരണ നൽകുന്നു. വശൈത്താനു മിനൽ മറാത്തി അലാ സലാസത്തി മനാസില, പിശാച് പെണ്ണിന്റെ 3 സ്ഥലത്താണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. വഅലാ ഐനൈഹാ, അവളുടെ 2 കണ്ണിലും. വഅലാ ഖൽബിഹാ, അവളുടെ ഹൃദയത്തിലും. വഅലാ അജസിഹാ, അവളുടെ പിൻഭാഗത്തും. ഈ 3 സ്ഥലങ്ങളിലാണ് ശൈത്താൻ ഇരിക്കുക. അപ്പൊ മുന്നിലൂടെ പെണ്ണ് വന്നാലും ഇടങ്ങേറ്, തിരിച്ചങ്ങോട്ട് പോയാലും ഇടങ്ങേറ്. 2 ഭാഗത്തുനിന്നും പ്രശ്നമായി. ഹദീസ് ഓതിയിട്ടാ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും പ്രശ്നങ്ങളാണ്. ഇത് ശൈത്താൻ ഇവിടെ കയറി ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെ നോക്കിപ്പിക്കും. അങ്ങോട്ട് നോക്കട്ടെ. ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്നാലും ഈ സാധനം ഒരെണ്ണം പോകുമ്പോ അങ്ങോട്ടൊരു നോട്ടം. അതാരാകത്തിരിക്കുന്നത്? മറ്റേ മൂപ്പിലായിരിക്കും നമ്മുടെ ആള്. നമ്മൾ അയാൾക്ക് ചാപ്പാടൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കല്ലേ. ഇതേപോലുള്ള സാധനങ്ങൾ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണങ്ങോട്ടൊന്ന് തിരിപ്പിച്ച് വിടണേ, അളിയ ശൈത്താനെ എന്നും പറഞ്ഞിട്ട് ഇവനെ ഇങ്ങനെ കൊണ്ടു നടക്കല്ലേ. അതിങ്ങനെ തിരിച്ചു വിടും. ഈ 3 സ്ഥലത്ത് ശൈത്താൻ ഇരിക്കും. ഇതിങ്ങനെ നോയിക്കൊണ്ടേയിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മള് നല്ല നോട്ടം, സന്തോഷത്തിന്റെ നോട്ടം. ഭാര്യയെ നോക്കിയാൽ റഹ്മത്ത് അല്ലാഹു ആ കുടുംബത്തിൽ ഇറക്കുമത്രേ. പിന്നീട് 2 പേരും അവരുടെ കൈകൾ തമ്മിൽ കൂട്ടിയിണക്കിയാൽ അവരുടെ 2 കൈകളുടെ വിരലുകൾക്കിടയിലൂടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ അവരുടെ പാപങ്ങൾ മുഴുവനും കൊഴിഞ്ഞു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഒരു സ്നേഹബന്ധം പുതുക്കുന്നതിന്റെ അടയാളമാണ്. നബിതങ്ങളും ആയിഷ ബീവിയായിട്ട് ഇതൊക്കെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അവരൊരുമിച്ച് കുളിച്ചത്, ഒരുമിച്ച് ഓടിയത്, രസകരമായ പല പല സംഭവങ്ങളുണ്ട്. സമയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആനിനോടും ഹദീസിനോടും താല്പര്യമുണ്ടാക്കി എടുക്കുമെന്ന് സുഹൃത്തുക്കളെ, ഇത് രണ്ടുമാണ് നമ്മളെ നാളെ രക്ഷയ്ക്ക് ഉള്ള കവാടം. ഇതല്ലാതെ കണ്ട് ഒരു മാർഗവും നമുക്കില്ല.
ഇത് വിട്ടുകൊണ്ടുള്ള കളി നമ്മളെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതിനോട് സ്നേഹം ഉണ്ടായിരിക്കണം, ഇതിനെ പഠിക്കണം, മനസ്സിലാക്കണം, പഠിപ്പിക്കണം. 40 ഹദീസ് ഒരാൾ കാണാതെ പഠിച്ചാൽ അവർക്ക് സ്വർഗമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഹദീസ് ഒരു മാസത്തിലോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴോ ഒരു ചെറിയ ചെറിയ ഹദീസുകൾ 2-3 ദിവസം കൊണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ പഠിച്ച് ഒരു 40 ഹദീസ് സ്ഥിരമായി നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കും. അൽഹംദുലില്ലാഹ്, അത് പാരായണം ചെയ്യും, എന്നിട്ട് ദുആ ചെയ്യും. അള്ളാഹു അതിന്റെ ദുആ തീർച്ചയായും സ്വീകരിക്കും. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പഠിക്കാൻ തയ്യാറാവോ? ഇൻഷാ അല്ലാഹ്. അതാണല്ലോ ഈ മക്കത്തുൽ മുക്കറമ. ഇനി അടുത്ത നമ്മൾ ഇത് വളർന്ന് വലുതാവുമ്പോഴത്തേക്ക് ഇപ്പുറത്തോട്ട് സ്ത്രീകൾക്ക് വേണ്ടി മദീനത്തുൽ മുനവ്വറ എന്നും പറഞ്ഞ് അടുത്ത ഒരെണ്ണം തുടങ്ങണം. ഇപ്പം മക്കത്തുൽ മുക്കറമ ആയിരിക്കട്ടെ. ഇപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഹറമൈനി ഷരീഫൈനിയായി. ഇവിടുത്തെ വ്യാസം കൂടുന്ന അനുസരിച്ച് ഇവിടുത്തെ വളർച്ചയും ഇവിടുത്തെ പുരോഗതിയുടെയും പരിഗണന വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമ്മുടെ നാടിനെ മദീനയുമാക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ഹൈറുകൾ കൊണ്ട് നിറയ്ക്കണം. അള്ളാഹു അൽഹംദുലില്ലാഹ്, അള്ളാഹു നല്ല കൂലി നൽകുമാറാകട്ടെ. സമയം ഒരുപാടായിപ്പോയി. പടച്ച തമ്പുരാൻ ഈ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. 3-4 കൂട്ടം സ്ത്രീകളുടെ 3 കൂടെ പറഞ്ഞിട്ട് നിർത്തിയാക്കാം. അൽഹംദുലില്ലാഹ്. ഒന്നാമത്തത് നാവ് മോശമായ പെണ്ണ്. അപ്പൊ മോശമായ സംസാരം, മോശമായ നിലയിൽ ഭർത്താവിനോടാകട്ടെ അടുത്ത വീട്ടുകാരോടാകട്ടെ ആരോടുമാകട്ടെ മോശമായ നിലയിലുള്ള സംഭാഷണം നടത്തുന്ന പെണ്ണ് അവൾ നരകത്തിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭർത്താവിനെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത പണി അടിച്ചേൽപ്പിക്കുന്ന പെണ്ണ്. ഒരു പണി ഭർത്താവിനെ കൊണ്ട് പറ്റൂല, ഇന്ന സാധനത്തിന് നിർബന്ധം പ്രകടിപ്പിക്കുക, ഇന്ന സാധനം വേണമെന്ന് പറയുക. അത് ഭർത്താവിനെ കൊണ്ട് വാങ്ങിക്കൊടുക്കാനോ അതിനുള്ള കഴിവോ സാമ്പത്തികമായ കഴിവോ ശേഷിയോ ഇല്ല. ഈ ഭർത്താവിനെ ഇതിന്റെ മേൽ അടിച്ചേൽപ്പിക്കുക, നിർബന്ധിക്കുക. അങ്ങനത്തെ പെണ്ണും നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഞാൻ ഇബാദത്തിന്റെ വിഷയത്തിൽ ജുസ്അൻ ലി അഹ്ലിഹിയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ജുസ്അൻ ബൈനഹു വ ബൈനന്നാസ് വേറെ ഉണ്ട്. അത് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നിബിധങ്ങൾ ഇതര ജനങ്ങളുമായി, നിബിധങ്ങൾ നമ്മുടെ അനുയായികളുമായി ജനങ്ങളുമായുള്ള ബന്ധം, അവിടുത്തെ ജനങ്ങളുമായുള്ള പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് പരിശുദ്ധ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ സംഭവങ്ങൾ തന്നെയുണ്ട്. അത് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് മറ്റൊരു ദിവസത്തിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഇംറഅത്തുൻ ലാ തുകല്ലിഫു സൗജഹാ മാ ലാ യതീഖ്, ബുദ്ധിമുട്ടിക്കുക പെണ്ണുങ്ങള്. മൂന്നാമത് ഇംറഅത്തുൻ തസ്തുർ ലാ തസ്തുർ ഔറതഹാ മിനർ റിജാൽ, പുരുഷന്മാരുടെ ഇടയിലൂടെ നടന്നു പോകുന്ന പെണ്ണെ, ഔറത്തിന്റെ ഭാഗം ശ്രദ്ധിക്കാത്ത പെണ്ണെ, അന്യ പുരുഷന്മാരിൽ നിന്ന് ഔറത്ത് മറയ്ക്കാത്ത പെണ്ണെ, നീയും നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല വതഖറുജു മിൻ ബൈതിഹാ ബിഗൈരി ഇദ്നി സൗജിഹാ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന പെണ്ണ്, ആ പെണ്ണിനെയും അല്ലാഹു നാളെ നരകത്തിലാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ വീട്ടിന്റെ മോളിൽ നിന്ന് താഴേക്ക് പോലും ഇറങ്ങരുത്. രോഗിയായി കിടക്കുന്ന വാപ്പയെ കാണാൻ പോലും ഇറങ്ങാൻ അനുവാദമില്ല എന്നുള്ളതാണ്. ഭർത്താവിന്റെ അനുവാദമില്ല എങ്കിൽ വീട്ടിൽ പോകുമ്പോഴും ചന്തയിൽ പോകുമ്പോഴും ഒക്കെ ഭർത്താവിന് അനുവാദം വേണം. അനുവാദമില്ലാതെ പുറത്തേക്ക് പോകരുത്. അതേപോലെ പുറത്തേക്ക് പോകുമ്പോൾ ഔറത്തിന്റെ ഭാഗം ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ മക്കളുടെയൊക്കെ ഔറത്തെന്ന് പറഞ്ഞാൽ വേഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് സ്ത്രീകൾ പുരുഷന്മാരുടെ വേഷം ധരിക്കും, പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം ധരിക്കും. ശരിയല്ലേ? ജീൻസ് ആർക്ക് വേണ്ടിയാണ് നിർമ്മിക്കപ്പെട്ടത്? പുരുഷന്മാർക്ക് വേണ്ടിയാണ്. ഇന്ന് സ്ത്രീകളും ധരിക്കുന്നത് ജീൻസാണ്. ഹാഫ് ഷർട്ട്, ടീഷർട്ട് ആരാ ഉപയോഗിച്ചിരുന്നത്? പുരുഷന്മാരാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്നും സ്ത്രീകളും ആ ഒരു വേഷം ധരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ബൈക്കിന്റെ പുറകിൽ പുരുഷന്മാരിരിക്കുന്നത് പോലെ അപ്പുറത്തും അപ്പുറത്തും കാലിട്ട് രണ്ടുപേരുടെ അവന്റെ മോളിൽ തോളിൽ കയ്യും വെച്ചോണ്ടല്ലേ പോണത്. ഒരു കൂസലും ഇല്ലാതെ പെണ്ണുങ്ങൾ. ആണാണോ ഈ പോകുന്ന പെണ്ണാണോ നമുക്കറിയില്ല. ആ തലയിലെ കൊണ്ട ഇല്ലായിരുന്നെങ്കിൽ, ഇല്ലേ, ആ മുടി കെട്ടി വെച്ചിരിക്കുന്നത് ഇല്ലായിരുന്നെ നമ്മൾ വിചാരിക്കുന്നു അത് ബോബ് ചെയ്ത് വെച്ചേക്കല്ലേ. അപ്പൊ എല്ലാം കറക്റ്റ് തന്നെ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ആണ് പെണ്ണിന്റെ വേഷം ധരിക്കും, പെണ്ണ് ആണിന്റെ വേഷം ധരിക്കും.
അപ്പൊ ഇക്കാക്കും പെങ്ങൾക്കും വേണ്ടി വാപ്പാക്കും ഇപ്പൊ ചെലവ് കുറവാ, ഒരു ജീൻസും ഒരു ഷർട്ടും എടുത്താൽ മതി, രണ്ടുപേരും മാറി മാറി ഇട്ടുകൊണ്ട് പോയിക്കോളൂ. മസാക്കലി അല്ല, മസാക്കീൻ എന്നുള്ളതാണ് മിസ്കീന്മാർക്കുള്ള ഒരു വസ്ത്രമാണ്. അതായത് ഇവിടം മുതൽ കശം മുതൽ ഇങ്ങനെ അറ്റം വരെയും നെറ്റ്. കാരണം ഇന്ന് ലോകം മൊത്തം നെറ്റിനാലാണല്ലോ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്റർനെറ്റ് കഫേ, കൈകളിലൂടെ എല്ലാം നെറ്റാണ്. അപ്പൊ അതുകൊണ്ട് രണ്ട് ഭാഗത്ത് നെറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുക. ബാക്കിയൊക്കെ ഒരുമാതിരി അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചൊക്കെ ഒന്ന് മറച്ചു വെച്ചിരിക്കുന്ന സാധനം. ഇതിനോ 1000, 1500, 2000 രൂപ കൊടുത്തിട്ടാണ് ഇത് വാങ്ങുക. ഇപ്പൊ ഇത് പാശ്ചാത്യർ കൈകളിലൂടെ പരീക്ഷിക്കുകയാണ്. ഒരു 10 വർഷത്തിന് ശേഷം ഈ നെറ്റ് കാലിലായിരിക്കും വരിക. അപ്പൊ എന്തായിരിക്കും? അല്ലാഹു തആല ആ ഒരു അദാബ് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെ ഈമാനോടെ മരിപ്പിക്കട്ടെ. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടം വരും, സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാന്റ്, പെണ്ണുങ്ങളുടെ പാന്റ് ഇല്ല. നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ വസ്ത്രം ഉടുക്കുമ്പോ, മുണ്ടെടുക്കുമ്പോ കണങ്കാലിന് മുകളിൽ വെച്ച് കൊടുക്കണമെന്ന്. ഇപ്പൊ പെണ്ണുങ്ങളത് ഏറ്റെടുത്തിരിക്കുക. പാന്റ് ഇപ്പൊ കണങ്കാലിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഈ മസാക്കലയുടെ സാധനമാ, അതിന്റെ അടിയിലിടുന്ന സാധനം, അതിപ്പോ കണങ്കാലിന്റെ മുകളിലാ. പടച്ച റബ്ബേ, അത് ഇനി കുറച്ചുകൂടെ മുകളിലോട്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? നമ്മുടെ ഭർത്താക്കന്മാർ ഇത് വാങ്ങിക്കൊടുക്കുന്നു ഭാര്യമാർക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഭർത്താവിന് വേണമെങ്കിൽ അതൊക്കെ ഇട്ട് കാണാം. എവിടെ? അവന്റെ ബെഡ്റൂമിൽ ഇട്ട് കാണാം ഭാര്യയെ. പക്ഷെ അതല്ലാതെ കണ്ട് പുറത്തേക്ക് ഇത് കൊണ്ടുപോകൽ നാണക്കേടാണ്. അള്ളാഹുവിന്റെ ശാപമുണ്ടാകും, നരകത്തിലേക്കുള്ള യാത്രയാണ്. ഇത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്ന സത്യമാണ്. നിങ്ങളുടെ ശരീരം നരകത്തിന്റെ മേൽ ഭക്ഷണമാകാതിരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വസ്ത്രത്തിൽ നിങ്ങൾ മാറ്റം വരുത്തണം. ആണുങ്ങളുടെ വസ്ത്രം പെണ്ണുങ്ങളെ നിങ്ങൾ ധരിക്കണ്ട. നാലാമത്തെ സ്ത്രീ ഇംറാത്തുൻ ലൈസ ലഹാ ഇല്ലൽ അക്ലു വശ്ശുർബു വന്നൗം. നാലാമത്തെ പെണ്ണ്, നരകത്തിന്റെ പെണ്ണ്, അവക്ക് തീറ്റി, കുടി, ഉറക്കം, ഇതല്ലാതെ മറ്റു ഒരു ചിന്തയും ഇല്ല. എന്തായിരിക്കും അവസ്ഥ? ലൈസ ലഹാ ഹമ്മുൻ ഇല്ലൽ അക്ലു വശ്ശുർബു വന്നൗം വലൈസ ലഹാ റഗ്ബത്തുൻ ഫിസ്സലാ വലാ റഗ്ബത്തുൻ ഫീ ത്വാഅത്തില്ലാഹ് വലാ റഗ്ബത്തുൻ ഫീ ത്വാഅത്തി സൗജിഹാ. നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത പെണ്ണ്, ഹൈള് വന്നാൽ ശുദ്ധിയാക്കാത്ത പെണ്ണ്, ഭർത്താവിനെ അനുസരിക്കാത്ത പെണ്ണ്, അള്ളാഹുവിനെ അനുസരിക്കാത്ത പെണ്ണ്, ഈ പെണ്ണിന് ഉറക്കവും തീറ്റയും കുടിയും അല്ലാതെ മറ്റൊന്നുമില്ലാത്ത പെണ്ണാണ്. ഈ 4 കൂട്ടം സ്ത്രീകളെ അള്ളാഹു ശപിച്ചിരിക്കുകയാണ്. ഇവർ നരകത്തിന്റെ നരകത്തിന്റെ ഭക്ഷണമാണ്, ഇവർ നരകത്തിന്റെ അവകാശികളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ നരകത്തിന് പോകണമെങ്കിൽ ഈ വസ്ത്രത്തോടെ ഈ പറയപ്പെട്ടതുമായി ബന്ധപ്പെട്ടോളി. നിങ്ങൾ വെറുതെ അനാവശ്യമായി സംസാരിക്കരുത്, ആരുടെയും ദൂഷണം പറയരുത്, നിങ്ങളുടെ ശബ്ദത്തിന്റെ ഗാംഭീര്യം കുറയ്ക്കണം, ഉറക്ക സംസാരിക്കരുത്, അസഭ്യം പറയരുത്. എന്റെ സഹോദരിമാരെ, നബിതങ്ങൾ കൂടുതലും നരകത്തിൽ കണ്ടത് സ്ത്രീകളെയാണ്. അതുകൊണ്ടാണ് ഫാത്തിമ ബീവിയെ കാണുമ്പോൾ നബിതങ്ങൾ പൊട്ടിക്കറിയും, മോളെ ഫാത്തിമ, നിന്റെ കൂട്ടുകാരികളോട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യാൻ, സദഖകൾ ചെയ്യാൻ അവരോട് പറയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവെങ്കിൽ, ബഹുമാനമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മളുടെ സഹോദരിമാർ നരകത്തിൽ കിടന്ന് കത്തുന്നത് നമുക്ക് കാണാൻ പ്രാണിയില്ല എങ്കിൽ, നമ്മുടെ സഹോദരിമാർ ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ അനാവശ്യമായ സംസാരങ്ങളിലോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോ ഏർപ്പെടുകയാണെങ്കിൽ അവരെ അതിൽ നിന്ന് സാരോപദേശം നൽകി, നല്ല ഉപദേശം നൽകി പിന്തിരിപ്പിക്കുക. അതല്ലാതെ അവത്തുങ്ങളെ എടുത്തിട്ട് അടിക്കാനോ ഇടിക്കാനോ ചീത്ത വിളിക്കാനോ വഴക്കു പറയാനോ വേദനിപ്പിക്കാനോ പോകരുത്. നല്ല ഉപദേശം നൽകുക. തന്റെ ഭർത്താവ് ഭാര്യയോട് നൽകുന്ന ഉപദേശം സ്വതക്കയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നല്ല ഉപദേശം നൽകൽ സ്വതക്കയാണ്, നല്ല ഉപദേശം. പിന്നെ ഈ ഇവത്തുങ്ങൾ പിറങ്ങി രണ്ടാമത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ തിരിച്ചിങ്ങോട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് പറയുമ്പോഴാ ചിലപ്പോ ഒക്കെ ഒരു അടിയോ ഒരു തെള്ളോ ഒരു ഉന്തലോ ഒക്കെ കൊടുക്കേണ്ടി വരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ശരിയാ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറയുകയാണ്,
സ്ത്രീകൾ തങ്ങളുടെ ഭാര്യമാർ ഞങ്ങളോട് കയർത്ത് സംസാരിക്കുന്ന നബിയെ, അതുകൊണ്ട് യാ റസൂലല്ലാഹ് അവരെ അടിക്കാൻ അനുവാദം നൽകണം നബിയെ. അവരെ അടിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ അനുവാദം നൽകി. കയർത്ത് സംസാരിക്കുക ഭാര്യമാരെ. ഒരു ദിവസം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭാര്യയും കൂടെ തമ്മിൽ സംസാരിച്ച് ഇത്തിരി വഴക്കും മുട്ടിപ്പോയി. എടി, നീ എന്നോടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഉടനെ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖിന്റെ ഭാര്യ പറഞ്ഞു, ഓ കൊള്ളാം, പിന്നെ നിങ്ങളടുത്ത് സംസാരിക്കില്ല വലിയ പാട്. നിങ്ങളുടെയൊക്കെ നബിയുടെ ഭാര്യമാരുണ്ടല്ലോ, ആ നബിതങ്ങളോട് കിടന്ന് കയർത്ത് സംസാരിക്കുന്നു, പിന്നെ നിങ്ങള് ഉണ്ടാ നബിയുടെ ഭാര്യമാര് നബിതങ്ങളോട് കയർത്ത് സംസാരിക്കുന്നു, പിന്നെയാണോ നിങ്ങളോട് എനിക്ക് ഞാൻ ഇത്തിരി സംസാരിച്ച കുഴപ്പമായി പോയത്? ബഹുമാനപ്പെട്ട ഉമറിന്റെ മകൾ ഹഫ്സാ ബീവി നബിതങ്ങളുടെ ഭാര്യയല്ലേ? ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഓടുകയാണ് ഇലാ ഹദറത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് പോയിട്ട് മോളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഹബീബായ തങ്ങളോട് കയർത്ത് സംസാരിക്കാറുണ്ടോ? ഉടനെ അവള് പറഞ്ഞു, നഅം, ഉണ്ടുപ്പാ. പെണ്ണേ, നീ കാണിക്കുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ്, ഏറ്റവും വലിയ അക്രമമാണ്, ഏറ്റവും വലിയ മോശത്തരമാണ്. ഇനി മേലിൽ നിന്റെ ഭർത്താവിനോട് ഹബീബായ തങ്ങളോട് കയർത്ത് സംസാരിക്കുകയോ ഉച്ചത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ, അതെങ്ങാനും എന്റെ അറിവിൽ ലഭിച്ചാൽ നിന്നെ ഞാൻ വകവരുത്തും മകളെ. അതുകൊണ്ട് പെണ്ണേ, നിനക്ക് ആവശ്യമുള്ളത് എന്നോട് ചോദിക്കണം മോളെ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കരുതേ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു താക്കീത് നൽകി മടങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങൾ വിഷമിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തുകൾക്ക് ഇഷ്ടമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരോട് വിഷമം, ഭാര്യമാരുടെ ഈ സംസാരത്തിന്റെ ശൈലി അല്പം മാറിയപ്പോൾ വിഷമിച്ചിങ്ങനെ ഇരുന്നു. ആരൊക്കെ പറഞ്ഞു, നബിതങ്ങള് ഭാര്യമാരെയൊക്കെ തലാഖ് ചൊല്ലി. ഇത് അറിയാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് നബിതങ്ങളോട് ചോദിച്ചു, നബിയെ, അങ്ങയുടെ ഭാര്യമാരെ തലാഖ് ചൊല്ലിയോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ചൊല്ലിയിട്ടൊന്നുമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഈ സംസാരത്തിന്റെ ശൈലി അല്പം മോശമായി പോയപ്പോ ഒരിത്തിരി വിട്ടു നിന്നതാണ്. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ ഓർക്കണം, ഭർത്താക്കന്മാരോട് അനാവശ്യമായി സംസാരിക്കരുത്. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് കയർത്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ, അടിക്കാനുള്ള അനുവാദം ചോദിച്ചപ്പോ അടിക്കാനുള്ള അനുവാദം നൽകി. ഒരു പൊട്ടീസൊക്കെ കൊടുക്കാൻ കുഴപ്പമില്ല. ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ പറയേണ്ട താമസം, കേൾക്കേണ്ട താമസം, പടോ കിട്ടേണ്ട താമസം. അല്ലാഹ്, നമുക്കെങ്ങാണ്ട് ഇങ്ങനെ ഒരു അനുവാദം കിട്ടിയ ഈ പെണ്ണുങ്ങളെ ദന്ത ഡോക്ടറെ കാണിക്കാനേ സമയം കിട്ടുള്ളൂ. കാരണം എന്താ, ഇപ്പുറത്ത് പൊട്ടുമ്പോ അടുത്ത ഇപ്പുറത്ത് വെച്ച് പിടിപ്പിച്ചുകൊണ്ട് വരുമ്പോ സിമന്റ് ഇട്ട് ഉറപ്പിക്കുമ്പോ അടുത്ത ഇപ്പുറത്താ കൊടുക്കുക, അടിയോടടി. അങ്ങനെ ഒരു ദിവസം അടി അങ്ങനെ മൂത്തു. ഒരു ദിവസം പാതിരാത്രി ബഹുമാനപ്പെട്ട നബിതങ്ങളുടെ വീടിനെ വലയം ചെയ്ത് സ്ത്രീകളുടെ മാർച്ച്. ഇപ്പോഴാണല്ലോ ആദിവാസികളുടെ നേതാവായ ജാനുവിന്റെ മാർച്ച് കണ്ടത്. ഇല്ല, 6,000 നൂറ്റാണ്ടിൽ അല്ലാഹുവിന്റെ റസൂലും മഹദിയായ ആയിഷ ബീവിയും താമസിക്കുന്ന വീട്ടിനെ വലയം ചെയ്ത് ഒരു കൂട്ടം സ്ത്രീകൾ അതാ പാതിരാത്രി മാർച്ചുമായി വരികയാ. ബഹുമാനപ്പെട്ട നബിതങ്ങൾ ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷേ, എന്തേ ഈ കാണുന്നത്? പാതിരാ സമയത്ത് സ്ത്രീകളൊക്കെ വലയം ചെയ്തിരിക്കുന്നു. ഉടനെ ലഖദ് ത്വാഫ ബിആലി ബൈതി മുഹമ്മദിൻ ബിആലി മുഹമ്മദിൻ നിസാഉൻ യഷ്കൂന അസ്വാജഹുന്ന. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനെ വലയം ചെയ്ത സ്ത്രീകളെ കണ്ടുകൊണ്ട് പടച്ച തമ്പുരാനെ സാക്ഷ്യപ്പെടുത്തി നബിതങ്ങൾ ചോദിച്ചപ്പോ ആയിഷ ബീവി പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഈ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെ പരാതിയുമായി വന്നതാണ് നബിയേ. ആ ഭർത്താക്കന്മാർ അവരെ അടിക്കുന്നു, പ്രഹരിക്കുന്നു എന്ന പരാതിയുമായി വന്നതാണ് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പരസ്യമായി പ്രഖ്യാപിച്ചു, ലൈസ ഉലൈക ബിഖിയാരിഹിം, നിങ്ങളിൽപ്പെട്ട ഭർത്താക്കന്മാർ, ഭാര്യമാരെ പ്രഹരിക്കുന്ന ഭർത്താക്കന്മാർ നല്ലവരെ അല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി നോക്കിയപ്പോൾ രാത്രി 70ഓളം പെണ്ണുങ്ങൾ അടി കിട്ടിയിട്ടല്ലേ വെളിയിലേക്ക് ചാടിയത്.
ബഹുമാനമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, അതുകൊണ്ട് സ്ത്രീകളെ നല്ല ഉപദേശിച്ചാൽ മതി. അൽഹംദുലില്ലാഹ്, നല്ല ഉപദേശിക്കുക. അപ്പൊ ഉപദേശം കേൾക്കാനും കൂടെ അവർ തയ്യാറാണ്. ഇത് തയ്യാറാകാതെ വരുമ്പോഴാണ് ഒരു കൊട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യത്തിനൊക്കെ എന്ത് ചെയ്യാം, ഒരെണ്ണം കൊടുക്കാം കേട്ടോ, അത്യാവശ്യത്തിന്. അത് അല്ലാഹു പറഞ്ഞു, അനുസരണക്കേട് കാണിക്കുന്ന പെണ്ണിനോട് നീ അനുവർത്തിക്കേണ്ടതെങ്ങനെ? അവളെ ഉപദേശിക്കണം. ഉപദേശം ശരിയാകുന്നില്ല എന്ന് കണ്ടാൽ മാറിക്കിടക്കണം, മിണ്ടാതെ കഴിയണം വീട്ടിനകത്ത് വെച്ച്. അതിലും അവൾ നന്നാകുന്നില്ല എന്ന് കണ്ടാൽ ഒരൊറ്റ പൊട്ടീര്. മൂന്നാമത് ആദ്യം ഉപദേശിക്കണം, രണ്ടാമത് മാറിക്കിടക്കണം, മൂന്നാമത് അടിക്കുക. ഈ 3 കാര്യങ്ങളിലൂടെ ഇവൾ നിങ്ങളെ അനുസരിച്ചാൽ പിന്നെ മറ്റൊരു വഴി ചിന്തിക്കരുത്. അവളെ ഒഴിവാക്കുന്ന കാര്യമോ തൊലാഖിന്റെ കാര്യമോ വിവാഹമോചനത്തിന്റെ കാര്യമോ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പിന്നെ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ കുടുംബത്തിൽ കാണും. അതൊക്കെ അങ്ങനെ ഉള്ളതാണ്, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ദിവസമൊക്കെ ഒന്ന് മിണ്ടാ നടന്ന് രണ്ടാമത്തെ ദിവസം മിണ്ടി സലാം പറഞ്ഞ് റാഹത്തായിട്ട് മുന്നോട്ട് പോവുക. അതൊക്കെയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അതല്ലാതെ കണ്ട് സന്തോഷത്തോടെ ഇപ്പൊ കോടീശ്വരന്മാർ കോടികൾ കൊണ്ട് അമ്മാനമാടി കല്യാണം നടത്തിയവരൊക്കെ ഇപ്പൊ തന്നെ ഈ വിനീതൻ തന്നെ ഒരു വലിയ ഒരു കോടീശ്വരന്റെ കല്യാണത്തിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. നടന്നത് ഡിവോഴ്സിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം സുന്ദരിയായ പെണ്ണാണ്, സാമ്പത്തികമായ 2 കൂട്ടരും കഴിവുണ്ട്. പക്ഷേ കല്യാണം കഴിച്ച് 2-3 ദിവസം ആയതേ ഉള്ളൂ, പ്രശ്നങ്ങളായി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം പോലെ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സന്തോഷമായിട്ട് കഴിയുമ്പോൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഒരസലൊക്കെ ഉണ്ടായാൽ നമ്മൾ അങ്ങോട്ട് ക്ഷമിച്ച് റാഹത്തായി മുന്നോട്ട് പോകണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ രണ്ടാമതായി ഓഹരി ചെയ്തത് ഭാര്യമാർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഭാര്യമാർക്ക് നല്ലത് ചെയ്തു കൊടുക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഭാര്യമാരും തിരിച്ചും നല്ലത് പ്രവർത്തിക്കണം ഭർത്താക്കന്മാരോട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കാനും അമൽ ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ശബ്ദവും വെളിച്ചവും നൽകിയ നമ്മുടെ ഈ എക്കോ സൗണ്ട് കോളേജ്, അതിന്റെ ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇവിടുത്തെ കുട്ടികൾക്ക് അള്ളാഹു നല്ല ഇൽമും നാഫിയായ ഇൽമും നല്ല ഫഹ്മും നല്ല ഹിഫ്ളും നല്ല തഫ്ഹീമും നല്ല തഹ്ഫീളും അള്ളാഹു നൽകി അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കുട്ടിയെ പോലും പാഴാക്കാതെ ഈ മണ്ണിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ പഠിച്ച് ഓതി കേട്ട് അൽഹംദുലില്ലാഹ് ലോകത്തിന്റെ നാനാഭാഗത്തും പോയി ആ ഖുർആനിന്റെ വിളക്ക് കത്തിച്ച് അന്ധകാര നിബിഡമായ ഗ്രാമങ്ങളെയെല്ലാം പ്രകാശിപ്പിക്കുവാൻ അല്ലാഹു തആല ഈ മക്കത്തുൽ മുകറമായി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിനും ഇതിന്റെ സംഘാടകർക്കും ഈ മഹല്ല് നിവാസികൾക്കും ഇവിടുത്തെ ഉസ്താദുമാർക്കും ഈ കുട്ടികളിലൂടെ അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പഠിപ്പിക്കണം സഹോദരങ്ങളെ. ഖുർആനിന്റെ വശ്യത അത്രത്തോളം നല്ലതാണ്. ഖുർആനിനെ കുറിച്ച് നമ്മൾക്ക് കേട്ട് കേൾവിയില്ലാത്തത് കൊണ്ടാണ് ഈ ഖുർആൻ ഓതുമ്പോഴും ഹദീസ് ഓതുമ്പോഴും നമുക്കൊരു വിരസത അനുഭവപ്പെടുന്നത്. ഈ അടുത്ത സമയത്ത് ഞങ്ങളെല്ലാവരും കൊല്ലത്തൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നല്ലോ, ഖുർആനിന്റെ ഒരു വിരുന്ന്. വന്നിരുന്നോ? നിങ്ങൾ ഇവിടുന്ന് എല്ലാവരും ഉണ്ടായിരുന്നോ? എന്ത് നല്ല രസകരമായ കൊല്ലത്തിന്റെ ചരിത്രത്തിൽ 7 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ ഇത്രയും ആളുകൾ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന ഒരു ചരിത്രം കൊല്ലത്തിന്റെ ചരിത്രത്തിലില്ല. 3:30 തുടങ്ങിയ പരിപാടി 11 മണിക്കാണ് അവസാനിച്ചത്. ഈ ഇത്രയും സമയം വരെ ആളുകളെല്ലാം ഖുർആൻ, വേറെ ഒന്നുമില്ല, പ്രഭാഷണങ്ങളൊന്നുമില്ല, പല ഈണത്തിലും രാഗത്തിലും ഖുർആൻ ഇമ്പമാർന്ന ശൈലിയിൽ പണ്ഡിതന്മാർ ഓതുമ്പോൾ 10 തരത്തിൽ 7 തരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആ വശ്യ സുന്ദരമായ ശൈലി, അത് കേൾക്കാൻ ആയിരങ്ങൾ 10,000-ങ്ങളാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് ആ ഖുർആൻ ഓതാനും പഠിപ്പിക്കാനും അത് ഓദിക്കാനും നമ്മുടെ മക്കളെ തയ്യാറാക്കണം. അബൂജഹൽ പോലും നബി തങ്ങൾ ഓതുമ്പോൾ ഒളിച്ചിരുന്ന് കേട്ടു. അത്രത്തോളം മാസ്മരിക ശക്തി ഉള്ളതാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന്റെ സദസ്സുകൾ നമ്മൾ ഇതേപോലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കണം. 1-2 കാരികളെ വിളിച്ചിരുത്തി അൽഹംദുലില്ലാഹി മക്കത്തുൽ മുകറമ എന്ന് പറയുന്ന ഇതിന്റെ സംഘാടകരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ആളുകളെ കൂട്ടി ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയാൽ ഈ വിനീതനും ഇൻഷാ അല്ലാഹ് പരിശ്രമിച്ച് നമ്മുടെ ഈ നാട്ടിൽ ഖുർആനിന്റെ ഒരു വിരുന്ന്
അതിന്റെ ഒരു വിരുന്ന് നമ്മൾ സംഘടിപ്പിക്കണം. നാട്ടുകാരെ എല്ലാം കൂട്ടി എങ്ങനെയാണ് ഖുർആൻ ഓതുക, അതിന്റെ ശൈലി പല ഈണത്തിൽ, പല രാഗത്തിൽ, പല നിലയിൽ. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നോതാം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നോതാം. പല നിലയ്ക്കുള്ള 7 രീതിയിലുള്ള ഓതലാണ്. ഈ ഓതൽ പണ്ഡിതന്മാർ നമ്മളെ കേൾപ്പിക്കും. അതിന് ഖുർആനിന്റെ ഒരു ഹൽക്കകൾ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ നാട്ടിൽ സംഘടിപ്പിക്കണം. ഇപ്പോഴല്ല, പതുക്കെ സാവകാശം. അതുകൊണ്ട് എല്ലാവരെയും ഖുർആൻ പഠിപ്പിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നല്ല കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. റഹ്മുർ-റഹീമായ അല്ലാഹുവേ, കരുണയുള്ള റബ്ബേ, ഈ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ നീ നിസാരപ്പെടുത്തല്ലേ അല്ലാ, നിന്ദിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റി തന്നുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള സൗഭാഗ്യം നൽകണേ റബ്ബേ. ആരുടെയെങ്കിലും കാര്യങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ ഏറ്റെടുക്കണേ റബ്ബേ. ഇതിന്റെ 2-3 ദിവസത്തിലെ ഭാഷണത്തിൽ അല്ലാഹുവേ ആയത്തുകളോ ഹദീസുകളോ അർത്ഥങ്ങളോ തർക്കീബുകളോ ലഫ്ളുകളോ പദങ്ങളോ വല്ല വ്യത്യാസങ്ങളോ തെറ്റുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ അതെല്ലാം മാപ്പാക്കി നാഫിയായ ഇൽമ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നീ സഹായിക്കണേ റബ്ബേ. ഈ പറഞ്ഞതെല്ലാം അല്ലാഹുവേ പറഞ്ഞവരും അമൽ ചെയ്യാനും ഈ കേട്ടവർക്കും അമൽ ചെയ്യാനുമുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ ആദരിക്കണേ അല്ലാ. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.